കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോട് ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ കടന്നു വന്ന് കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാനായി എനിക്ക് ലഭിക്കുന്ന ഈ അവസരത്തിനും നിയോഗത്തിനുമായിട്ട് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഇവിടെ ആയിരിക്കുന്ന കർത്താവദാസൻ, പ്രിയ മധു പാസ്റ്റർ, മറ്റ് കർത്തൃദാസന്മാർ, വർഷത്തിന്റെ അവസാനത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 3-4 ദിവസം കൂടെ കഴിഞ്ഞ് അടുത്ത വർഷത്തേക്ക് പ്രവേശിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനയുമാണ്. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ചുള്ള സമയങ്ങൾ ഒരു ഒരുക്കത്തിന്റെ സമയമായി കർത്താവ് നമ്മളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു. ഈ ഒരുക്കത്തിന് വേണ്ടി തന്നെ ഒരു ഒരുക്കം ആവശ്യമാണ്. പെട്ടെന്ന് ഒരുക്കം നടക്കത്തില്ല. ഒരു വിവാഹ ദിവസത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നതിന്റെ പിന്നിലൊരു ഒരുക്കമില്ലേ? ആ വിവാഹ ദിവസം നമ്മൾ ഒരുങ്ങുന്നു, പക്ഷേ അതിന് മുമ്പ് ഡേറ്റ് തീരുമാനിച്ചു, അതിന് മുമ്പ് ചുരിദാർ വാങ്ങിച്ചു, ഷർട്ട് വാങ്ങിച്ചു. ഒരുക്കത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമുണ്ട്. ഈ അടുത്ത വർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ ഒരു വർഷം കടന്നു പോകുമ്പോൾ ദൈവവചനത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് കൈക്കൊള്ളുന്ന മാത്രമല്ല, അത് തീർച്ചയായിട്ടും ചോദിക്കുകയും തിരുത്തുകയും ചെയ്യണം എന്ന് ഞാൻ നിങ്ങളുടെ വലിയ സഹോദരൻ നിലയിൽ നിങ്ങളോട് അതിനുള്ള സ്വാതന്ത്ര്യം തരികയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ എല്ലാവരും, ശുശ്രൂഷിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും വചനത്തിന്റെ അധികാരത്തിന്റെ കീഴിലാണ്. അപ്പൊ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് ഏറ്റെടുക്കാനും നമ്മളെ തന്നെ ശോധന ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും. ഇതെല്ലാം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസത്തെ അധ്വാനത്തിന്റെ ലാസ്റ്റ് ഫ്യൂ ആവേഴ്സ് ഇവിടെ വന്നിരിക്കുമ്പോൾ ഉറങ്ങാനും അങ്ങനെ തൂങ്ങിപ്പോകാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. ആ ഉറക്കവും തൂക്കവും മാറ്റാൻ വേണ്ടി ഞാൻ കൈയടിപ്പിക്കാനുള്ള ഒന്നും പറയുന്നില്ല. ഉറക്കം മാറ്റാൻ വേണ്ടി, ഉറക്കം മാറ്റുന്നവരെ ഞാൻ ആത്മാർത്ഥമായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ദൈവം ഉള്ളിൽ വചനത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കാനുള്ള ദൈവകൃപ നൽകട്ടെ. കാരണം എല്ലാവരെയും ഒന്ന് ഉണർത്തിയിരുത്തിയിട്ട് ആ 1 മണിക്കൂർ കൊണ്ട് കാര്യം കഴിയും, അത്രയേ ഉള്ളൂ. പക്ഷേ ദൈവം കണ്ടിട്ടുള്ള നിങ്ങളിൽ ചിലരിൽ ആഴമായ വ്യത്യാസങ്ങൾ ഈ വചന ശുശ്രൂഷയിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കാഴ്ചപ്പാടിനെ മാറ്റും, ദർശനത്തെ മാറ്റും. കുറച്ചുകൂടെ കയറി പറഞ്ഞാൽ ജീവിതത്തിൽ ഇന്ന് വാല്യൂ ചെയ്യുന്ന പല കാര്യങ്ങളും താഴെ പോകും, ട്രാഷിൽ പോകും. ചിലപ്പോൾ ജോലി പോലും റിസൈൻ ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെയുള്ള റാഡിക്കലായിട്ടുള്ള ഒരു വ്യത്യാസം കർത്താവ് വചനത്തിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു വാക്യം കീ വേഴ്സ് ആയിട്ട് ഈ ദിവസങ്ങളിലെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യമാണ്. എന്നാൽ 24 മുതൽ ഞാൻ ആ വാക്യങ്ങൾ വായിക്കുകയാണ്. 24, 25, 26 വാക്യങ്ങൾ ഞാൻ തന്നെ ഇവിടെ വായിക്കാം. നിങ്ങൾ എല്ലാവരും ബൈബിൾ തുറന്ന് ആ ഭാഗങ്ങൾ എന്നോടൊപ്പം നോക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികൾ ആകരുത്. നമ്മുടെ തീമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന 25-ാം വാക്യത്തിലെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ള വാക്കാണ്. വചന ശുശ്രൂഷയെ കുറിച്ച് 2-3 കാര്യങ്ങൾ ഞാൻ ഈ പ്രാരംഭത്തിൽ ഓർപ്പിക്കാൻ പോവുകയാണ്. വചന ശുശ്രൂഷയെ കുറിച്ച് ഒരു പെന്തിക്കോസ്ത് പശ്ചാത്തലത്തിൽ 3-ാം തലമുറയിൽ ജനിച്ചു വളർന്ന എനിക്ക് ഉപവാസ പ്രാർത്ഥനയെ കുറിച്ചുള്ള എന്റെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത്, ഉപവാസ പ്രാർത്ഥന പ്രത്യേകിച്ച് അവസാനമൊക്കെ ആകുമ്പോൾ എന്തോ നടക്കുമെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയാൻ സാധ്യത ആരാധന വെളിപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളതും കണ്ട് ശീലിച്ചിട്ടുള്ളതും. അയ്യൂർ ഗ്രാമത്തിൽ ഇങ്ങനെ പല ഉപവാസ പ്രാർത്ഥനകളും കണ്ട് അനുഭവിച്ച്, ഫാസ്റ്റിംഗ് പ്രയർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 7 ദിവസമാണെങ്കിൽ 4 ദിവസം ആരും കാണത്തില്ല. അവസാനം ആകുമ്പോഴത്തേന് വലിയ പ്രതീക്ഷയോടെ ആൾക്കാർ വരും. അവിടെ പ്രതീക്ഷിക്കുന്നത്
കുറച്ച് സമയം ഒന്ന് കൈയടിച്ചൊന്ന് ബലപ്പെട്ട് ഒരു ചൈതന്യം ഏറ്റെടുത്ത് പോവുക എന്നുള്ളതാണ് ഉപവാസ പ്രാർത്ഥനയിൽ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു രൂപരേഖ. അങ്ങനെയാണ് ഉപവാസ പ്രാർത്ഥന പോകേണ്ടത്. കൺവെൻഷനും അങ്ങനെയാണ് നമ്മൾ പെന്റിക്കോസ്റ്റൽ മൈൻഡ് സെറ്റിൽ കണ്ടീഷൻഡ് ആയിരിക്കുന്നത്. ഉണർവിന്റെയും അഭിഷേകത്തിന്റെയും ഒക്കെ ടെമ്പറേച്ചർ, താപനില ഇരിക്കുന്നത് നമ്മുടെ പ്രതികരണം, അപ്പൊ കാണുന്ന പ്രതികരണത്തിലാണെന്നുള്ളതാണ്. അവിടെ സംഭവിച്ച ഒരു പ്രധാന അപജയം എന്നുള്ളത്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എല്ലാവരും? അങ്ങനെ ഒരു ഇവാലുവേഷൻ നമ്മുടെ മനസ്സിൽ കയറിയത് കൊണ്ട് കൈയടിക്കുകയും ആൾക്കാരെ പ്രത്യേകിച്ച് ഒരു പ്രതികരണം ചെയ്യുന്നില്ല എങ്കിൽ പ്രഭാഷകരുടെയും പ്രവാചകന്മാരുടെയും എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വരും, എന്റെ ശുശ്രൂഷ ശോഭിച്ചില്ല. അതുകൊണ്ട് ഒരു ആദ്യത്തെ 25-30 മിനിറ്റിൽ ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നാൽ പോലും പെട്ടെന്ന് ദോഷം മറിച്ചിടുന്ന പോലെ അങ്ങ് മാറ്റും. കാരണം എങ്ങനെയെങ്കിലും എന്തോ നടക്കണം, കുറച്ച് പ്രതികരണങ്ങൾ ഇല്ല എങ്കിൽ പേടിയായിരിക്കും. ഇവാലുവേഷൻ, ആരുടെ ഇവാലുവേഷൻ? ദൈവത്തിന്റെ അല്ല, മനുഷ്യരുടെ ഇവാലുവേഷൻ പേടിയാണ്. എന്തോ മനുഷ്യരുടെ ഇവാലുവേഷൻ ആ ഒരു ഉപരിവിപ്ലവ തലത്തിലുള്ള ഒരു അനുഭൂതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ, ഞാൻ നമ്മുടെ സമൂഹം എന്ന് പറയുമ്പോൾ പെന്തിക്കോസ് സമൂഹമാണ് മൊത്തത്തിൽ പറയുന്നത്, വചനത്തെ വളരെ ദുർബലപ്പെടുത്തുന്ന ആശയങ്ങൾ പുൾപിറ്റിൽ നിന്നും വരാൻ തുടങ്ങി. അത് ഇന്നല്ല, വർഷങ്ങൾ, ഒരു 40-45 വർഷം കൊണ്ട്. ആദ്യം അങ്ങനെ അല്ലായിരുന്നു. 60 വർഷം മുമ്പോ 70 വർഷം മുമ്പോ ഉപവാസ പ്രാർത്ഥനയും കൺവെൻഷനും ഒന്നും അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന കൺവെൻഷനും ഉപവാസ പ്രാർത്ഥനയും ഒക്കെ 40 വർഷത്തെ ആയുസേ ഉള്ളൂ. അവിടെ സംഭവിച്ചത് ആൾക്കാർ വചന ശുശ്രൂഷയെ തന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ക്രമമായിട്ട്, ഇപ്പൊ ഗലാത്യലേഖനം 5-ാം അധ്യായം 25-ാം വാക്യം നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവുക, ചിന്തിക്കാൻ പോവുക എന്ന് പറയുമ്പോഴേ അതിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വാക്യമാണ് അറിവ് ചേർപ്പിക്കും. ഇതൊന്നും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടി എന്താ? 1 Corinthians 4:20 കൂടെ ഉദ്ധരിച്ചുകൊണ്ട് ചിലപ്പോ പറയും. 1 Corinthians 4:20 നമുക്ക് സമയമുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ചില വാക്യങ്ങളൊന്ന് നോക്കണം ഈ പ്രാരംഭ സമയത്ത്. 1 Corinthians 4:20 വാക്യം എന്താ പറയുന്നത്? ഞാൻ കണ്ടു, ഒരു വലിയ മീറ്റിംഗ് ഒരാൾ ബൈബിൾ എടുത്തു പിടിച്ചോണ്ട് ഈ വാക്യം പറയുന്നത് എന്താണെന്നറിയോ? ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ, പറഞ്ഞു വെക്കുന്നത് വചനത്തിനല്ല ശക്തി. വചനം എന്ന് പറയുന്ന കുറച്ച് ഈ വായ്പാട് കുറിച്ച് വെച്ച നോട്ട് എടുത്തോണ്ട് വന്ന് ഇതെന്തോ, ഇത് ആക്കി വെക്കാൻ, ഇതെന്തോ പറയാ, ഇതെന്ത് മാറ്റം ഉണ്ടാക്കും? ശക്തി വേണം, വളരെ ശക്തി വേണം. ഇവിടെ 1 Corinthians 4:20 വചനം എന്ന വാക്കിന്റെ അർത്ഥം ദൈവവചനമല്ല അവിടെ പറയുന്ന വാക്കുകൾ, കൊരിന്ത ആൾക്കാരുടെ ക്ലെയിംസ് എന്നാണ്. ഇംഗ്ലീഷ് പരിഭാഷ വായിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. That is not talking about the word of God. That is talking about empty words. കൊരിന്തിലുള്ളവർ അവർ അഹങ്കരിച്ച് നിഗളിച്ച് പല വാക്കുകൾ കൊണ്ട് അവർ ക്ലെയിം ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ദൈവത്തിന്റെ അടുക്കലുള്ളവരാണ്, ഞങ്ങൾക്ക് ഉന്നതമായ ആത്മീയ അനുഭവം ഉണ്ട്. പൗലോസ് പറയുക, ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ക്ലെയിംസ് അല്ല, അത് ശക്തിയാണെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കാണണം, സാക്ഷ്യത്തിലല്ല കാണേണ്ടത്, ജീവിതത്തിൽ കാണണം. ഈ വചനവുമായിട്ട് അതിന് ഒരു ബന്ധമില്ല. അറിവ് ചേർപ്പിക്കുന്നു. ആ വാക്യം എവിടെ ഇരിക്കുന്നത് അറിയാമോ? ഈ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ 1 Corinthians 8-ാമത്തെ അധ്യായം. ഞാൻ ഈ പറയുന്നത് ഇവിടെ ഇരുന്നപ്പോൾ പ്രത്യേകിച്ച് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇത് വന്നു. നല്ലതായിട്ടൊന്ന് ഈ അടിച്ചു വാരുന്ന പോലെ ഇട്ടിട്ടേ നമുക്ക് പ്രിപ്പറേഷൻ നടക്കത്തുള്ളത്. 1 Corinthians 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലും നമുക്കെല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. അറിവ് ചേർപ്പിക്കുന്നു. എന്തിന്റെ അറിവാ? കൊരിന്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ ജ്ഞാനികളായി ലോകപ്രകാരമുള്ള ജ്ഞാനമുള്ളവർ അതിനകത്തുണ്ടായിരുന്നു. അവര് വിഗ്രഹാർപ്പിതങ്ങൾ കഴിക്കാമോ കഴിക്കത്തില്ലയോ, അവരുടെ ജ്ഞാനം ഇറക്കാൻ തുടങ്ങി. ബൈബിളിന്റെ കാര്യമല്ല പറയുന്നത്. അറിവ് ചേർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവവചനം വായിക്കരുത് എന്നല്ല പറയുന്നത്. ദൈവവചനത്തിൽ ഇല്ലാത്ത സെക്കുലർ മൈൻഡ് സെറ്റ് അറിവ് ചേർപ്പിച്ച് ആത്മാവിനെ ദുർബലപ്പെടുത്തുമെന്നാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് സ്തോത്രം ചെയ്യാമോ?
സ്തോത്രം ചെയ്ത് എന്തിനും ചോദിച്ചാൽ ആ ദൈവവചനത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നുണ്ടോ എന്നറിയാൻ. ദൈവവചനത്തോട് വലിയ പോരാട്ടമാണ്. എവിടുന്നാന്ന് ചോദിച്ചാൽ പുൾപിറ്റിൽ നിന്ന് തന്നെ. ഇതുപോലെ വെള്ളഷർട്ടും ഫുൾ സ്ലീവ് ഇട്ട് വന്നവര് പറയും വചനമല്ല ഇന്ന് വേണ്ടി, എന്റെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുക, വചനം ഇന്നുള്ള നോട്ട്സ് അല്ലേ ഇവിടെ ഇരിക്കട്ടെ, ഇതൊന്നും അല്ല, ഇപ്പൊ ശക്തി വേണം എന്ന് പറയുമ്പോ സാധാരണ മനുഷ്യർക്കൊന്നും അറിയത്തില്ല. എന്തോ ശക്തി? ശക്തി എന്ന് പറയുമ്പോൾ വചനം ഇല്ലാത്ത എന്തോ ആണ് എന്ന് ചിന്തിക്കുന്നവരാണ്. 1 മണിക്കൂർ ഒരാൾ നിന്ന് ദൈവവചനം സംസാരിച്ചാൽ ശക്തിയില്ലായിരുന്നു, കുറെ കാര്യങ്ങൾ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മളത് ശീലിച്ചിട്ട് പോലുമില്ല ശാന്തമായി ദൈവവചനം അപഗ്രഥിക്കാൻ വേണ്ടി. പൗലോസ് പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ, ഒരാള് താഴെ വീണ് മരിക്കുന്ന അനുഭവം. രാത്രി മുഴുവൻ ഇരുത്തി പഠിപ്പിക്കുക, വീട് തോറും പഠിപ്പിക്കുക, തുറന്നോസിന്റെ പാഠശാലയിൽ ഇരുത്തി പഠിപ്പിക്കുക, ദൈവവചനം അഭ്യസിപ്പിക്കുക. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ ചർച്ച എന്തിനാ കൂടി വന്നതെന്നറിയാമോ? എല്ലാ ദിവസവും ദിനം പ്രതി അവർ കൂടി വന്ന ഫസ്റ്റ് കാര്യം എന്തായിരുന്നു? കൂട്ടായ്മയല്ല, പ്രാർത്ഥനയല്ല, അപ്പം നുറുക്കുമല്ല, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാനാണ് അവർ കൂടി വന്നത്. മനസ്സൊന്ന് ഒരുങ്ങണം, ഈ ദിവസങ്ങളിൽ എനിക്ക് കേൾക്കണം ദൈവത്തിന്റെ വചനം. ആ കേൾവിയിൽ ദൈവത്തിന്റെ വലിയ ക്രിയ ഹൃദയത്തിൽ വരും. കേട്ടില്ല എങ്കിൽ 2025 പോലെ 2026 പോകും, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. പിശാചിന് നമ്മളെ കേൾപ്പിക്കാതിരിക്കാനാ പ്രിയ ദൈവമക്കളെ ഈ പോരാട്ടം എന്ന് പറയുന്നത്. എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ പോരാട്ടം ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കണ്ണുണ്ടെങ്കിലും കാണാതെ, ചെവിയുണ്ടെങ്കിലും കേൾക്കാതെ, ഹൃദയം കഠിനമായി വേറെ എന്തിലോ വിടുതലുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അത്രയും പോരാട്ടം വേറെ ഒന്നുമില്ല. അതഴിക്കാനാണ് വലിയ പ്രയാസം. ദൈവരാജ്യം ശക്തി അത് വചനത്തിലല്ല എന്ന് പറയുമ്പോ ദൈവവചനത്തിന്റെ കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു. അറിവ് ചെറുപ്പിക്കുക, ദൈവവചനത്തിന്റെ അറിവല്ല എന്ന് ഞാൻ പറയും. വേറെ ഒരു വാക്യം കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. 2 കൊരിന്ത്യർ ലേഖനം 3-ാമത്തെ അധ്യായം 6-ാം വാക്യം. ദൈവവചനം ക്രമമായിട്ട് അഭ്യസിക്കാത്തതിന്റെയും ദൈവസന്നിധിയിൽ ഇരുന്ന് ദൂതുകൾ പ്രാപിക്കാത്തതിന്റെയും ആ ഒരു അലക്ഷ്യ മനോഭാവത്തോടെ ലേസി പ്രീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് 2 Corinthians chapter 3 verse 6. ഇങ്ങനെയല്ലേ അവിടെ പറയുന്നത്? അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി, അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല. എന്ന് പറഞ്ഞാൽ എന്തുവാ? അക്ഷരത്തിന്റെ എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ വചനമല്ല, അക്ഷരത്തിൻ്റെതല്ല. പിന്നെന്തുവാ വേണ്ടിയ? അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു. എന്തോ ഈ പറഞ്ഞു വെക്കുന്നത്? അപ്പൊ അക്ഷരം കൊല്ലുന്നു എന്ന് പറയുമ്പോ സാധാരണ നമ്മുടെ ഇടയിൽ ഇത് മറ്റു സമുദായക്കാർ ഇത് ഒരിക്കലും ഇങ്ങനെ വ്യാഖ്യാനിക്കത്തില്ല. പെന്തിക്കോസ്തുകാർ മാത്രമേ വചനം അറിയാവുന്നവരെന്ന് പറയുന്നവർ നമ്മളാണ് വചനം ദുർവ്യാഖ്യാനിക്കുന്നത്. 2 കൊരിന്ത്യർ 3:6 അക്ഷരം കൊല്ലുന്നു എന്ന് പറയുന്നത് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ദൈവവചന ശുശ്രൂഷയുടെ ആ അനുഭവങ്ങളാണ്. ഈ അക്ഷരം കൊല്ലുന്നു. പിന്നെ എന്തോ വേണ്ടിയത്? ആത്മാവ് വേണം. വചനമില്ലാത്ത ഒരു ആത്മാവ് ഏത് ആത്മാവാണെന്ന് ശോധന ചെയ്യേണ്ടതാണ്. ഒരു ശുശ്രൂഷകൻ ഇവിടെ ഇതുകൊണ്ട് പറയും, എന്റെ മേൽ ആത്മാവ് വ്യാപരിക്കുന്നു, എനിക്ക് വചനം സംസാരിക്കാൻ ഒക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആ ആത്മാവിനെ ചോദ്യം ചെയ്യേണ്ടതാണ്. കാരണം പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ പത്രോസ് എന്താ അവിടെ ചെയ്തത്? ദൈവവചനം ആധികാരികമായി സംസാരിച്ച് ആ വചനം ആൾക്കാരിൽ കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ട് അങ്ങനെയല്ലേ സഭ തന്നെ ഉത്ഭവിക്കുന്നത്. ഈ പ്രാരംഭ നിമിഷങ്ങളിൽ ഞാൻ പറയട്ടെ, ദൈവം നമ്മുടെ ഇടയിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടി നമ്മുടെ ഹൃദയമെന്ന ആ മാംസ പലക ഒരു സ്ലേറ്റ് റബ്ബ് ചെയ്യുന്നത് പോലെ ദൈവമേ അടിയനിതാ എന്നോട് സംസാരിക്കണമേ. എന്റെ മുൻവിധികളെ ഞാൻ മാറ്റുന്നു, എന്റെ പരിചയങ്ങളെ ഞാൻ മാറ്റുന്നു, ഞാൻ കൊച്ചിലെ മുതലേ കണ്ടു വളർന്നത് ഞാൻ മാറ്റുന്നു. ദൈവത്തിനൊരു വചനം എന്നോടുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണമേ, അടിയൻ കേൾക്കുന്നു എന്നൊരു മനോഭാവം കർത്താവ് നമുക്ക് കനിഞ്ഞ് നൽകട്ടെ. ഇനി നമ്മുടെ ആ ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മുടെ ചിന്തകൾ ഏകാഗ്രതമാക്കാം. ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് പറയുമ്പോൾ ആത്മാവിനെ കുറിച്ച് പരിചയമില്ലാത്തവരോടാണോ ഇത് പറയുന്നത്?
പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിവില്ലാത്തവർ, ജഡീകരായി, പരിശുദ്ധാത്മാവ് എന്തോന്ന് അറിയത്തില്ല, അന്യഭാഷയില്ല, അത്ഭുതങ്ങളില്ല. ആരോടായി പറയുന്നത്? ആത്മാവിനെ അനുസരിച്ച് നിങ്ങൾ നടക്കണമെന്ന്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ എഴുത്തുകാരനെയും ഗലാത്യ സഭയെയും ഒന്ന് പരിചയപ്പെട്ടാലേ ഈ 5:25 മനസ്സിലാക്കാൻ സാധ്യമാകത്തുള്ളൂ. അല്ലെങ്കിൽ 5:25 ഞാൻ തന്നെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 3 പ്രാവശ്യം വായിച്ചിട്ട് വിശ്വസിക്കുന്നവർ കൈയടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോവാം. അപ്പോഴത്തേന് 9:30 കഴിഞ്ഞു. എന്താ ഇതിന്റെ അർത്ഥം? ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആരോടാ പറയുന്നത്? അവർക്ക് ആത്മാവിനെ അറിയത്തില്ലേ? അവർ ആത്മാവിനെ അനുസരിച്ചല്ലേ നടക്കുന്നത്? 3 വാക്യങ്ങൾ ഞാൻ ഈ ലേഖനത്തിൽ നിന്ന് കാണിക്കാം. ഇത് ആത്മഭാരത്തോടെ അപ്പോസ്തലൻ എഴുതുന്ന ഒരു വാക്യമാണ്. 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ, കേൾക്കണം, വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. പൗലോസ് പറയുക, I am astonished, I am surprised. ആരായി സഭ സ്ഥാപിച്ചത്? അപ്പോസ്തലനായ പൗലോസ്. എവിടെ എഴുതിയിട്ടുണ്ട് ഈ സഭയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്? ആക്ട്സ് ചാപ്റ്റർ 13-14, അപ്പോസ്തല പ്രവൃത്തികൾ 13-14 അധ്യായങ്ങളിൽ 1-ാം മിഷണറി യാത്രയിൽ പൗലോസ് പോയ 7 സ്ഥലങ്ങൾ. അപ്പൊ 13-14 അത് ഇന്നത്തെ ദിവസം രാത്രി പോയ ഒരു അല്പസമയം ഉണ്ടെങ്കിൽ പ്രവൃത്തികളുടെ പുസ്തകം 13-14 ഒന്ന് വായിക്കണം. കാരണം നമുക്ക് ഇതിന് തുടർമാനമായി ചിന്തിക്കേണ്ടതാണ്. 7 സ്ഥലങ്ങളിൽ താൻ പോയി. അവിടെ അത്ഭുതങ്ങൾ നടന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു മുടന്തനായ വ്യക്തി ലുസ്ത്രയിൽ സൗഖ്യമായി. ഓർമ്മയില്ലേ? അപ്പോസ്തലനായ പൗലോസിനെ എല്ലാവരും കൂടി എറിഞ്ഞു താഴെയിട്ട് ആൾക്കാർ ചിന്തിച്ചു ആള് മരിച്ചു പോയെന്ന്. പക്ഷെ അവരെല്ലാം കൂടെ ചുറ്റിനും നിന്ന് പ്രാർത്ഥിച്ചു, ആൾ എഴുന്നേറ്റു. 1-ാം മിഷണറി യാത്രയിൽ എത്ര അത്ഭുതങ്ങൾ! ദൈവരാജ്യത്തെ എതിർത്തയാള് കുരുടനായി പോയി. അതാ 1-ാം മിഷണറി യാത്രയിൽ നടന്ന അത്ഭുതങ്ങളുടെ ആ നീണ്ട പട്ടിക. പിസിദിയൻ, അന്ത്യോക്ക്, ലുസ്ത്രയ്, ദെർബെയ്, പാംഫോസ്, പല സ്ഥലങ്ങളിൽ താൻ പോവുകയാണ്. ആ ഗലാത്യ എന്ന് പറയുന്ന ഒരു സഭയല്ല, ഗലാത്യ എന്ന് പറയുന്ന ഒരു പ്രവിശ്യ. കേരളത്തിന്റെ പല സംസ്ഥാനങ്ങൾ പോലെ ഈ സ്ഥലങ്ങളിലെല്ലാം പോയി ഗലാത്യ റീജിയൻ താൻ എഴുതുകയാണ്. സഭ അങ്ങോട്ട് സ്ഥാപിച്ച് മാറിയതേ ഉള്ളൂ. എത്ര നാളായി? വേദപണ്ഡിതന്മാർ പറയുന്നത് 8 മാസം, 6 മാസം സഭ അങ്ങോട്ട് ഉത്ഭവിച്ചു വന്നു. നമ്മൾ ചോദിക്കുക, ആരായിരുന്നു നിങ്ങളുടെ പാസ്റ്റർ? അപ്പോസ്തലനായ പൗലോസ്. കേട്ടതെല്ലാം സത്യമാണോ? കേട്ടതെല്ലാം ഒന്നാം ദൈവവചനമല്ലേ കേട്ടത്? അല്ലാതെ പൗലോസ് കർണരസകരമായത് പറഞ്ഞ് ഇളക്കുമോ ആരെയെങ്കിലും ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ? പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നത് തന്നെ എന്താ? 2 തീമോത്തിയോസ് 4-ാമത്തെ അധ്യായത്തിൽ അന്ത്യകാലത്തിൽ ദുർഘട സമയങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് 3-ാം അധ്യായത്തിൽ തുടങ്ങിത്താൻ അവസാനം പറയുന്നത് വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക. കർണരസകരമായത് കേൾക്കാൻ വേണ്ടി ആൾക്കാർ ആഗ്രഹിക്കും. പക്ഷെ തീമോത്തിയോസേ, നീ എഫെസസിൽ മനുഷ്യർക്ക് പ്രസാദകരമായതല്ല, ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തുന്ന ശുദ്ധീകരണത്തിന്റെ ദൂതനെ നീ പ്രസംഗിക്കാവൂ എന്നല്ലേ പൗലോസ് പറയുന്നേ. അപ്പൊ ഈ ഗലാത്യ സഭകളെ സംബന്ധിച്ച് ആരാ പാസ്റ്റർ? അപ്പോസ്തലൻ പോൾ. കേട്ടത് എന്താ? നോക്കിയ 1-2 വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പൗലോസ് ദൈവവചനത്തെ കുറിച്ച് ഇവരോട് പറയുന്ന ചില വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണമേ എന്നോടൊപ്പം. താൻ കറതീർന്ന ദൈവത്തിന്റെ വചന ശുശ്രൂഷ നിവർത്തിക്കുന്നതായി the word was proclaimed എന്ന് കാണുന്നത് 13:38 അപ്പോസ്തല പ്രവൃത്തികൾ കേട്ടോ, 13:38. ഇവൻ മൂലം നിങ്ങളോട്, അടുത്ത വാക്ക് കാണുന്നവർ എന്നോടൊപ്പം ഒന്ന് ചേർന്ന് വായിക്കാമോ? അത് എന്തുവാ ഈ ഗലാത്യ സഭകളിൽ ഉള്ളവരെല്ലാവരും കേട്ടത്? അവരെന്തിനാ സഭയിൽ വന്നത്? എന്തിനെ കുറിച്ചാണ് അവർ കേട്ടത്? ഇവൻ മൂലം നിങ്ങളോട്, അടുത്ത വാക്ക് എന്താ? പാപമോചനം അറിയിക്കുന്നു. എന്താ പ്രിയ ദൈവമക്കളെ, സുവിശേഷത്തിന്റെ സത്തെന്ന് പറയുന്നത് എന്താ? സുവിശേഷത്തിന്റെ സത്തെന്ന് പറയുന്നത് രോഗം സൗഖ്യമാകുന്നതല്ല. സുവിശേഷത്തിന്റെ സത്തെന്ന് പറയുന്നത് കടഭാരം മാറുന്നതല്ല. സുവിശേഷത്തിന്റെ സത്തെന്ന് പറയുന്നത് പാപം എന്ന മാരക പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ ഉലകത്തിൽ ഒരു മനുഷ്യനുമില്ല. ജഡ അവതാരത്തിലൂടെ സാക്ഷാൽ ദൈവം
മനുഷ്യന്റെ വേഷത്തിൽ വന്ന് നമുക്ക് പകരമായി നമ്മുടെ പാപം തന്റെ മേൽ എടുത്ത് ഒരു വലിയ വഴി തുറന്നു. ഈ പാപമോചനത്തിന്റെ സുവിശേഷമാണ് ഗലാത്യ ആൾക്കാർ കേട്ടത്. കറക്റ്റ് വാക്കാ കേട്ടത്. പക്ഷെ പൗലോസ് എന്താ പറയുന്നത്? 1:6 ഗലാത്യ ലേഖനം 1:6 എന്താ പറഞ്ഞത്? ഞാൻ ആശ്ചര്യപ്പെടുന്നു, നിങ്ങൾ ഇത്ര വേഗം എങ്ങോട്ട് മാറി? വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മാറി. യഥാർത്ഥ സുവിശേഷം എന്താ? പാപമോചനത്തിന്റെ സുവിശേഷമാണ്. 13:38 മാത്രമാണ് നമ്മൾ വായിച്ചത്. 13:44 നിങ്ങളിൽ ഒരാളൊന്ന് വായിക്കാമോ? പ്രവർത്തികളുടെ പുസ്തകം 13:44 വാക്യം. ഏകദേശം പട്ടണം മുഴുവനും. ഞാൻ വാസ്തവത്തിൽ വചനം പഠിക്കാതായിരുന്നു പറയുന്നതെങ്കിൽ ഞാൻ അടുത്ത വാക്ക് പറയാൻ സാധ്യത പട്ടണം മുഴുവൻ എന്തോ കാണാൻ വന്നെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? പട്ടണം മുഴുവൻ. ഗലാത്യയിലുള്ള പല സ്ഥലങ്ങളിലെ പിസിദിയൻ അന്ത്യോക്കും ദർബയും ലുസ്ത്രയിലെയും ആൾക്കാരെല്ലാം വന്നു. എന്തിനാ വന്നത്? ദൈവവചനം കേൾപ്പാൻ വന്നു കൂടി. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ വചനത്തിന്റെ ഒരു തേരോട്ടം, പ്രാബല്യം വരുന്ന ദിവസങ്ങളിൽ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്? ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇതുവരെയുള്ള അനുഭവമല്ല. ദൈവ വചനത്തിന്റെ ശുശ്രൂഷയുടെ ആഴങ്ങളിലേക്ക് വചനം കേൾപ്പാനായി ആൾക്കാർ ഓടിക്കൂടത്തക്കവണ്ണം ഒരു വലിയ പ്രവൃത്തി ദൈവം നമ്മളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് ഈ ചൂലെടുത്ത് ഇങ്ങനെ തൂക്കുന്ന പോലെ പലരുടെയും മനസ്സ് വൃത്തിയാകണം. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമുണ്ട്, നമ്മൾ കണ്ട കാര്യമുണ്ട്, നമ്മൾ യൂട്യൂബിൽ കണ്ടതുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ച് വചനത്തിന്റെ അടുക്കലേക്ക് വന്ന് പിറ്റേ ദിവസം ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ ഒന്നിച്ചുകൂടി. യോ, ഇങ്ങനൊരു കാലം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ദൈവവചനത്തിന്റെ ശബ്ദങ്ങൾ ദൈവം നിങ്ങളുടെ അധരങ്ങളിൽ ദൈവം തരും. നിങ്ങളിൽ ചിലരെ ദൈവവചനത്താൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞ വിശ്വസിക്കാമോ? വചനത്തിന്റെ ശുശ്രൂഷയ്ക്കാണ് നാള് കുറവ്. എല്ലാ പരിപാടിക്കും ലോകം മുഴുവൻ ആളുണ്ട്. ദൈവവചനം യഥാർത്ഥമായി സംസാരിക്കാനായി, പാപമോചനത്തെ കുറിച്ച് വിളിച്ചു പറയാനായി, പാപബോധം ഉളവാക്കുന്ന ആത്മനിറവിന്റെ വചനവ്യാഖ്യാനങ്ങൾ ഇല്ലാതാകുന്ന തലമുറയിൽ ദൈവത്തിന് നിങ്ങളെ തെരഞ്ഞെടുപ്പാനുണ്ട്. സഭയായി, വ്യക്തികളായി ദൈവവചനം ഘോഷിക്കാനുള്ള ഒരു നിയോഗം ദൈവത്തിന് തരാനുണ്ട്. ഇതിന് പകരം വെക്കാൻ ഒന്നുമില്ല. അനുഭവങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തിന് പകരം വെക്കാൻ ഒക്കത്തില്ല. കയ്യടിക്ക് പകരം വെക്കാൻ ഒക്കത്തില്ല. മ്യൂസിക്കിന് ഒക്കത്തില്ല. പ്രവചനത്തിന് ഒക്കത്തില്ല. രോഗസൗഖ്യത്തിന് ഒക്കത്തില്ല. ഒന്നിനും കഴിയത്തില്ല. ദൈവ വചനമാണ് ഏറ്റവും മുഖ്യം എന്ന് ഞാനല്ല പറയുന്നത്. ആ ദേശങ്ങളിൽ യെരൂശലേം സഭയിൽ ഒന്നാമത് പറയുന്നത് ഉപദേശം കേൾക്കാൻ അവർ ഒരുമിച്ച് കൂടി. ഗലാത്യയിൽ ദൈവവചനം കേൾക്കാൻ അവർ ഒരുമിച്ച് കൂടി. വചനമാണ് എല്ലാം. വചനത്തിലൂടെ മറ്റു കാര്യങ്ങൾ കാണാവൂ. വചനമില്ലാത്ത ഒരു ഉണർവ് ബിബ്ലിക്കൽ റിവൈവൽ അല്ല. 13:48 എന്തോ എഴുതിയിരിക്കുന്നത്? ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് അവരെന്തോ മഹത്വപ്പെടുത്തിയത്? ദൈവ വചനത്തെ മഹത്വപ്പെടുത്തി. ഈ 13-ാം അധ്യായത്തിൽ നിന്നല്ലേ ഞാൻ 3 വാക്യങ്ങളും വായിച്ചത്. ഇപ്പോ 13:38, 44, 48 ഇവിടെ എല്ലാം പറയുന്നത് ഫസ്റ്റ് മിഷണറി ജേർണിയിൽ 7 സ്ഥലങ്ങളിൽ താൻ പോയി. ആ 7 സ്ഥലങ്ങളുടെ പേര് പല വാക്യങ്ങളിലായിട്ട് നിങ്ങൾക്ക് കാണാം. ആ സ്ഥലങ്ങളിൽ എല്ലാം ചെന്ന് പൗലോസ് പറയുന്നത് ഒറ്റ കാര്യമാണ്: ദൈവവചനം. വചനം, the word is important, the word will cleanse you, the word will bring you revival. ഇതാ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടം യഥാർത്ഥ അപ്പോസ്തലനാൽ വഴി നടത്തപ്പെട്ട ഒരു കൂട്ടം. എന്തോ അവര് കേട്ടത്? യഥാർത്ഥ വചനം. പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ ഇറങ്ങി വന്നോ? 3-ാം അധ്യായം നോക്കിയേ, ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അയ്യോ, 3-ാം അധ്യായം 1 മുതൽ നമുക്ക് ഒന്ന് വായിച്ചു നോക്കണം. ദൈവവചന ശുശ്രൂഷയിൽ കാണേണ്ടത് എന്താണെന്ന് അവിടെ എഴുതിയിരിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കണമേ. 3-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾ ഒരാളൊന്ന് വായിക്കാമോ? ബുദ്ധിയില്ലാത്ത ഗലാത്യരേ, അയ്യോ, ഇങ്ങനെ വല്ല
നമുക്ക് ഇന്ന് വല്ലതും വിളിക്കാൻ, എനിക്കത് വിളിക്കാൻ ഒക്കത്തില്ല. കാരണം ഞാനിപ്പോ ഇങ്ങോട്ട് ഗസ്റ്റ് മാസ്റ്ററായിട്ട് വന്ന് നിങ്ങളിൽ ഒരു പ്രത്യേകത എനിക്ക് ഈ ഒരു വരവിലുള്ള നിങ്ങളെ ആരെ എനിക്ക് അറിയത്തില്ല എന്നുള്ളതാണ്. മറ്റേ ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോ ആരെയല്ല അറിയാം, നീ വിളിച്ചാളെ അറിയാം, അല്ലെ വിളിച്ചാളെ കൂടുള്ള ആളെ, നിങ്ങളെ ആരെ എനിക്ക് അറിയത്തില്ല. അപ്പം ഫസ്റ്റ് ആർക്കായാലും വിളിക്കാനൊക്കെ ബുദ്ധിയില്ലാത്ത കലാത്തിന് പൗലോസ് എന്താ അങ്ങനെ വിളിക്കുന്നത്? പൗലോസ് ഇപ്പൊ അവിടുന്ന് വന്നതേ ഉള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 13-14 അധ്യായങ്ങളിൽ സഭ സ്ഥാപിച്ചിട്ട് ഫ്യൂ മന്ത്സ് ആയതേ ഉള്ളൂ. തിരിഞ്ഞ് അവരോട് പറയാ, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ. എങ്ങനെ വരച്ചു? ഒരു ബോർഡ് കൊണ്ടുവന്നോ? ഗലാത്യയിലെ സഭകളിൽ ഒരു ബോർഡ് കൊണ്ടുവന്ന് സൺഡേയില് വരയ്ക്കുമായിരുന്നോ? ക്രൂശിക്കപ്പെട്ട യേശു. എങ്ങനെ വരച്ചെന്നാ പറയുന്നത്? ദൈവവചന ശുശ്രൂഷയിലൂടെ അവർ കണ്ടു യേശുവിന്റെ ത്യാഗം, ക്രൂശിക്കൽ. എന്താ വചന ശുശ്രൂഷ? വചന ശുശ്രൂഷ യേശുവിന്റെ ത്യാഗവും യേശുവിന്റെ രക്ഷണ്യ പ്രവൃത്തിയും അതിലടങ്ങിയിരിക്കുന്ന ജീവനെയും വരച്ച് കാണിക്കുന്ന വചന ശുശ്രൂഷ. നമ്മൾ 13-ാം അധ്യായത്തിൽ വായിച്ചില്ലേ, അവർ വചനം കേൾക്കാൻ ഓടി വന്നു. അവരെന്ത് കേൾക്കാൻ വന്നു? അവർ ക്രൂശിതനായ യേശുവിന്റെ വചനം കേൾക്കാൻ വന്നു. പക്ഷെ പ്രശ്നം എന്താ? ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളുടെ കൺമുമ്പിൽ യേശു കർത്താവിനെ ക്രൂശിക്കപ്പെട്ടവരായി ഞാൻ വചനത്തിലൂടെ വരച്ചു കാണിച്ചിട്ട്, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ പെന്തിക്കോസ്ത് സമൂഹത്തിലെ ഒരു പ്രശ്നം അത് ഈ മയക്കോ. കണ്ണി കാണത്തില്ല, യേശുവെ വചനത്തെ ഒന്നും കാണുന്നില്ല. ഒരു സംഭവം പറഞ്ഞോ, എന്തെങ്കിലും സംഭവം പറഞ്ഞോ, വണ്ടിയെ കുറിച്ച് പറഞ്ഞോ, വീടിനെ കുറിച്ച് പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഫ്രാൻസിലൂടെ പോയി എഴുന്നേറ്റു, വചനം പറഞ്ഞോ, അപ്പോ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാണ്. ഞാനിത് എന്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഉറങ്ങി ഇങ്ങനെ താഴെ വീടാൻ ഇരിക്കുന്നവര് ജസ്റ്റ് ഒരു സംഭവം ഇട്ടാൽ മതി, അല്ലെങ്കിൽ CS മാത്യു എഴുതിയ കാലം കണ്ടുതുറക്കും, പാട്ട് പാടുമ്പോ കണ്ടുതുറക്കും, ജർമ്മനിയെ കുറിച്ച് പറഞ്ഞു കണ്ടുതുറക്കും, അല്ലെങ്കിൽ ഇന്ന് രാവിലെ വന്നപ്പോ എമിറേറ്റ്സ് ഫ്ലൈറ്റ് വളരെ കണ്ടുതുറന്നു. പിന്നെ നമുക്ക് ഗലാത്യ ലേഖനത്തിലേക്ക് പോയി. ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയാണ് ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞത്, യു ക്യാൻ എൻഡ്യൂർ സഹിക്കാം, ആഘോഷിക്കാം. You can endure 12 hours of non-stop worship, but you cannot listen to 5 minutes of the word of God. There is something seriously wrong with your spiritual life. മനസ്സിലാകുന്നുണ്ടോ? All my younger brothers and sisters, you can enjoy music for 12 hours, but you cannot listen to God's word for 10 minutes. There is something seriously wrong with your Christian life. ഈ ഗലാത്യ സഭയിലെ പ്രശ്നം ഇവര് ക്ഷുദ്രം ചെയ്ത് മയക്കി. കറക്റ്റ് ആയിട്ട് അന്ന് തുടങ്ങിയത് ആരായിരുന്നു? പാസ്റ്റർ എന്ന് പറഞ്ഞേ. എവിടെ എഴുതിയിട്ടുണ്ട് ഈ സഭയെ കുറിച്ച്? അപ്പോസ്തലപ്രവൃത്തി 13-14. എന്തിനാ അവർ ഓടിക്കൂടിയത്? വചനം കേൾക്കാൻ. വചനത്തിലൂടെ എന്തോ കണ്ടത്? ക്രൂശിതനായ യേശുവിനെ. പക്ഷെ ഇപ്പൊ എന്തോ വേണം? ആത്മാവിന്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു. നോക്കി 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, ഗലാത്യ ലേഖനം 3:3, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട്. അതാ 2-ാം ഭാഗത്തേക്ക് നമുക്ക് വരാം. തുടക്കം കറക്റ്റ് ആയിരുന്നു, ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, അത്ഭുതം ഉണ്ടായിരുന്നു. ഒന്ന് നോക്കി 4-ാമത്തെ വാക്യം, ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചോ? വെറുതെ എത്രയെന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസരത്താലോ അങ്ങനെ ചെയ്തത്. റൈറ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു, റൈറ്റ് വേർഡ് ആയിരുന്നു, കറക്റ്റ് സന്ദേശമാണ് കേട്ടത്. വീര്യപ്രവൃത്തികൾ പുസ്തകത്തിൽ വായിച്ചതല്ല, അവരുടെ കൺമുമ്പിൽ കണ്ടതാണ്. പക്ഷെ ഇപ്പൊ പൗലോസിന് ഇവരെ ഓർക്കുമ്പോ എന്തുവാ? ആ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ കയറിയോ? 1:6 വാക്ക് ഇവരെ ഓർത്ത് എന്തു ചെയ്യുന്നു എന്നാ പറയുന്നേ? ആശ്ചര്യപ്പെടുന്നു. ഇങ്ങനെ സംഭവിക്കുമോ? പ്രിയ ദൈവമക്കളെ, ഇങ്ങനെ അന്ന് മാത്രമല്ല ഇന്നും സംഭവിച്ചു പലരുടെയും. വചനം വേണം, വചനം വേണം. എപ്പോഴാ വേണ്ടിയെന്ന് ചോദിച്ചാൽ, ഈ എനിക്കറിയത്തില്ല, ഇവിടെ സാക്ഷ്യത്തിന്റെ ഇത് കാണാൻ സാധ്യതയില്ല, നമ്മുടെ സമയം ക്ലിപ്തതയാണല്ലോ.
പലപ്പോഴും ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ, കേരളത്തിന് പുറമെ സമയത്തിന്റെ ഇത് 2 hours കറക്റ്റായിട്ട് 2 hours നമ്മൾ സാക്ഷ്യത്തിനുള്ള സമയമില്ല. പക്ഷേ അറിയാമോ, ഇങ്ങനെയുള്ള കൂട്ടത്തിന് വചനം വേണ്ടത് സാക്ഷ്യം ഉള്ളപ്പോഴാണെങ്കിൽ അല്ലാതാണെങ്കിലും കാണാം. ഇങ്ങനെ കൊണ്ട് പിടിക്കും. വചനമുണ്ടോ? ഉണ്ട്. ഈ ഇഷ്ടമില്ലാത്തത് ബുദ്ധി അറിവ് ചീർപ്പിക്കുന്നു, അതൊന്നും വേണ്ട. എനിക്ക് വചനം കേട്ടോണ്ടിരിക്കണ്ട, പക്ഷെ എനിക്ക് വചനം വേണം. എപ്പോഴാ? ഒരൊറ്റ തുറക്കൽ, ഒറ്റ നോട്ടം. ഏതോമ്യരുടെ ഇസ്മായിലിനെ കൂടാനും ഏതോമ്യരും ഇസ്മായിലും വേണ്ട വേണ്ട. ഒന്നുകൂടെ അടക്കുക. 31-ാം തീയതി വരുന്നുണ്ട്. തെരഞ്ഞെടുത്ത കുറെ വാക്യങ്ങൾ. ഞാൻ നിന്നെ വാലല്ല, ഞാൻ നിന്നെ തലയാക്കും, നീ നോക്കുന്ന ഭൂമി നിനക്ക് അവകാശമായി വരും. വചനമുണ്ടോ? വചനമുണ്ട്. പക്ഷെ ഇത് ഏത് വചനമാണ്? പിശാച് എന്തോ യേശുവിനെ പരീക്ഷിക്കാൻ ഉപയോഗിച്ചേ? സന്ദർഭമില്ലാത്ത, കോണ്ടെക്സ്റ്റ് ഇല്ലാത്ത വാക്യം ആണോ? യേശു എന്താ തിരിച്ച് പിശാചിനോട് പറഞ്ഞത്? പറഞ്ഞു, എഴുതിയിട്ടുണ്ടല്ലോ, ദൂതന്മാരിൽ നിന്നെ കാവൽ ചെയ്തോളൂ. യേശു പറയുക, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിട്ടുണ്ട്. It is written has to be balanced with it is also written. അല്ലെങ്കിൽ വലിയ പരാജയമായി പോകും ക്രിസ്ത്യ ജീവിതം. ഇന്ന് പലപ്പോഴും ഇറ്റ് ഈസ് റിട്ടണേ ഉള്ളൂ. ഇറ്റ് ഈസ് റിട്ടൺ. ഇപ്പൊ എല്ലാം കൂടെ ഒന്നാമത്തെ രാത്രി പറയാൻ ഒക്കുമെന്നായി ഇപ്പൊ എന്റെ. ഇറ്റ് ഈസ് റിട്ടൺ. ഞാനിപ്പോ ശാരദ ദുബായ് വരെ വന്നു. ഇതൊരു ബ്രാക്കറ്റ് പീരീഡിലാണ് ഞാൻ. ഇറ്റ് ഈസ് റിട്ടൺ. ദൈവം എന്നെ മാറ്റാൻ പോവാണ്. വെള്ളോട്ടൊന്നും അല്ല. ഈ ബ്രാക്കറ്റ് പീരീഡ് ഉദ്ദേശിക്കുന്നത് അടുത്തൊരു രാജ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ളൊരു ടെമ്പററി വാസം. അപ്പൊ അതിനുള്ള വാക്യങ്ങൾ കിട്ടും. സന്ദർഭമില്ല, അതിന് മുമ്പുള്ളതില്ല, അതിന്റെ താഴത്തെ ഇല്ല. അടർത്തി എടുത്ത് പിശാച് പ്രയോഗിക്കുന്ന ഒരൊറ്റ പ്രയോഗം. അന്ന് മുതൽ സമാധാനം പോയി, അന്ന് മുതൽ സ്വസ്ഥത പോയി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലും ആത്മീയരാക്കിയിട്ടുണ്ടോ? വളരെ സംശയമാണ്. ഉള്ള ആത്മീകം കളഞ്ഞിട്ടുള്ളതല്ലാതെ ഭൗതികത കുത്തിവെക്കുന്ന തെരഞ്ഞെടുത്ത വ്യാഖ്യാനം. ഈ ഗലാത്യ സഭയിലോട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചു കേട്ട ഇപ്പൊ എന്തിന് ഇവരിൽ മാർക്കറ്റ് ഇല്ല, ദൈവവചനം വേണ്ട. പൗലോസ് പറയും, എനിക്ക് ആശ്ചര്യമാണ്, ഞാനല്ലേ നിങ്ങളെ പഠിപ്പിച്ചേ? നിങ്ങൾ കൂടി വന്നത് എന്തോ കേൾക്കാനാ? വചനം കേൾക്കാനല്ലേ? ക്രൂശിതനായ യേശുവിനെ നിങ്ങൾ കണ്ടതല്ലേ വചനത്തിലൂടെ? നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയത് ആരാ? സഭയെ 2025 അവസാനം ഈ 4 ദിവസത്തേക്ക് ഞാനിവിടെ കർത്താവിനാൽ അയക്കപ്പെട്ടത് അബദ്ധമായിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു നിയോഗമായി ദൈവം കൊണ്ട് നിർത്തിയിരിക്കുക. ശുദ്ധം ചെയ്ത് മയക്കിയ നിന്റെ വിളിയെ ഒന്നുകൂടെ എടുക്കാനായി ഈ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ വിളി കാതുകളിൽ കേൾക്കുന്ന ദിവസങ്ങളാണിത്. മറന്നുപോയി, മയങ്ങിപ്പോയി. 14-ാം വയസ്സിൽ ഉണ്ടായിരുന്ന ദർശനം 16-ാം വയസ്സിൽ എഴുന്നേറ്റ് സ്നാനപ്പെട്ട കൂട്ടത്തിൽ പറഞ്ഞ ആഗ്രഹം എല്ലാം പോയി. ശുദ്ധം ചെയ്ത് മയങ്ങിയ ഒരു വ്യക്തിയെ പോലെ വേണ്ടി സന്തോഷിപ്പിച്ച വാക്യങ്ങളാണ്. എന്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞാണ്, ഞാൻ അന്നത് ഞാൻ പിന്നെ നോക്കിയപ്പോൾ പലയിടങ്ങളിലും അത് കറക്റ്റായി. എന്താണെന്നറിയാം, ഈ സന്തോഷിപ്പിച്ച വാക്യങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. സങ്കീർത്തനമുള്ള സഭകളിലാണെങ്കിൽ സന്തോഷിപ്പിച്ച വാക്യം വരാൻ സാധ്യത അന്ന് വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് 2 ചാപ്റ്റർ മുമ്പോട്ടോ പിമ്പോട്ടോ ആയിരിക്കും. സങ്കീർത്തനം 67 പാസ്റ്റർ വായിച്ചതെങ്കിൽ സന്തോഷിപ്പിച്ച വാക്യം 65, 66, 68, 69 ആയിരിക്കും. കാരണം എന്താ? ആ ആഴ്ച മുഴുവൻ ഈ ബൈബിൾ തുറന്നിട്ടില്ല. ആകെ തുറക്കാൻ കിട്ടിയ സമയം ഈ പാസ്റ്റർ വായിച്ച കൂട്ടത്തിൽ മറിച്ചപ്പോ അണ്ടർലൈൻ ചെയ്തിട്ടിരുന്നു. അതിന്റെ വലിയ പറയുമ്പോ പറയാം, എന്റെ അമ്മച്ചിയുടെ ബൈബിളാണ് എന്റെ ഇരിക്കുന്നത്. അമ്മച്ചി വരയിട്ടതാ. അതാ ഈ എഴുന്നേറ്റ് നിന്ന് എന്നെ സന്തോഷിപ്പിച്ച വാക്യം എന്ന് പറഞ്ഞ് അടിച്ചു വിടുന്നത്. നമ്മുടെ സമൂഹത്തെ ബന്ധിച്ചത് വേറെ ഒന്നുമല്ല, ഒരു കെട്ടുമല്ല.
ഈ കെട്ടെന്ന് പറഞ്ഞാൽ വചനം കാണാതെ എന്റെ മനസ്സിനെ കണ്ണിനെ മാറ്റി. ആര് മാറ്റി? ഇതിനെ ആരെയും ബ്ലെയിം ചെയ്യണ്ട. വെള്ളയുടുപ്പിട്ട് വന്ന് ദൈവം നിയോഗിക്കാത്ത അഭിഷക്തരാണെന്ന് പറഞ്ഞ് ബാബിലോണിലേക്ക് നയിച്ച, പ്രവാസത്തിലേക്ക് നയിച്ച പൊട്ടവൈദ്യന്മാരെ പോലെ, കള്ളപ്രവാചകന്മാരെ പോലെ നമ്മുടെ ഇടയിൽ ആളുകൾ കൂടി. പൗലോസ് പറയും, എനിക്ക് ആശ്ചര്യമാണിത്, നിങ്ങൾ വചനം കേൾക്കാൻ മനസ്സില്ലാത്തത് എനിക്ക് ആശ്ചര്യമാണ്. ഇനി അത് മാത്രമല്ല കേട്ടോ, ഈ ആശ്ചര്യം തന്നെ ഏതിലേക്കാണ് നടത്തിയെന്നറിയാമോ? നോക്കിയേ, അതിന്റെ 4-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. തന്റെ 3 വികാരങ്ങൾ ഈ ലേഖനത്തിൽ മുമ്പോട്ട് വരുന്നത് നിങ്ങൾ നോക്കണം. ഒന്ന്, ആശ്ചര്യപ്പെടുക. ഹൗ ഈസ് ദിസ് പോസിബിൾ? 4:11 പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത്. ശ്രദ്ധിക്കണേ, ഈ അധ്വാനം എന്നുള്ള പദമുണ്ടല്ലോ, ഫിസിക്കൽ മാനുവൽ ലേബറിനെ കുറിച്ച് ഒരു തെളിവുമില്ല ഗലാത്യയിൽ. എന്നാൽ തെസ്സലോനിക്ക പട്ടണത്തിൽ ചെന്നപ്പോ, പിന്നീട് എഫെസസിൽ ചെന്നപ്പോ താൻ അധ്വാനിച്ചു. ഈ ഗലാത്യയിൽ അപ്പോസ്തലപ്രവൃത്തി 13-14 വാക്യങ്ങളെല്ലാം നിങ്ങൾ പരിശോധിക്കുമ്പോഴും അവിടെയൊന്നും എഴുതിയിട്ടില്ല താൻ ലെതർ വർക്കറായിട്ട് പോയി കപ്പലിനെ ഉണ്ടാക്കാൻ പോയി, എഴുതിയിട്ടില്ല. എഫെസസിൽ 18-19 അപ്പോസ്തലപ്രവൃത്തി 18-19 വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് താൻ കൈകൊണ്ട് അധ്വാനിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്തിന്റെ അധ്വാനമാണ് അപ്പൊ ഈ പറയുന്നത്? 4:11 നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയി എന്ന് പറയുന്നത് എന്തിന്റെ അധ്വാനമാണ് ദൈവമക്കളെ? എന്തിന്റെ അധ്വാനമാണെന്നറിയാം? അത് ശുശ്രൂഷകന്മാരായ എല്ലാവരും മനസ്സിലാക്കണം. ഞാനത് മനസ്സിലാക്കണം. ശുശ്രൂഷകനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ എനിക്ക് നിങ്ങൾക്ക് തരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അധ്വാനം എന്താ എന്റെ പക്കലുള്ളത്? ഏതിന്റെ അധ്വാനമാണെന്നറിയാം? 1 തിമോത്തിയോസ് 5:17 ഇതേ പദമാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. എന്റെ അധ്വാനം. ഏത് അധ്വാനമാണ്? നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും, അടുത്ത വാക്കെന്താ? അധ്വാനിക്കുന്നവരെ. വചനവും ഉപദേശവും എന്ത് വേണം? അതിനകത്ത് ഒരധ്വാനം വേണം. ഞാനിപ്പം ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് കുറച്ച് വർഷങ്ങളായി. അപ്പൊ ഈ പിള്ളേരെ, ബൈബിൾ കോളേജിലെ പിള്ളേരെ എല്ലാ സൺഡേയിലും ഞങ്ങൾ വിടും. ഇന്റേൺഷിപ്പ് പല ചർച്ചിൽ ബാംഗ്ലൂരിൽ വിടും. അപ്പൊ പലരോടും റാൻഡമായിട്ട് ഞാൻ ചോദിക്കും, ഉണ്ടോ ഈ സൺഡേ പ്രസംഗം ഉണ്ടോ? ഉണ്ട് സാറേ, ഉണ്ട്. എന്താ നിന്റെ ദൂത്? ശനിയാഴ്ച വൈകിട്ട് ചോദിച്ചാലും പറയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തിങ്കളാഴ്ച മുതൽ എന്തോ ചെയ്തു. തിങ്കളാഴ്ച മുതൽ കുറച്ചു നേരം വാട്സാപ്പ് കണ്ടു, പിന്നെ റീലുണ്ടല്ലോ ഇങ്ങനെ തള്ളിവിടാൻ, അല്ലെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഇട്ട് കേട്ടു, കുറെ പാട്ട് കേട്ടു. അധ്വാനം ശുശ്രൂഷകന്മാർക്ക് മാത്രമല്ല, കേൾക്കണേ, ഓരോ ഫാമിലി പ്രയറിലും എന്തോ വേണം? വചനത്തിന്റെയും ഉപദേശത്തിന്റെയും ഒരു അധ്വാനം നിങ്ങളുടെ ഭവനത്തിൽ ആ പായിൽ കാണണം. എഴുതി വെച്ച ഡയറി, തുറന്നു വെച്ചിരിക്കുന്ന സ്റ്റഡി ബൈബിൾ. അല്ലാതെ ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് നാളെ എന്നോട് പറഞ്ഞിട്ടുണ്ട് 5 മണിക്ക് നാളെ നമ്മുടെ ഒരു യൂത്ത് മീറ്റിംഗ് ഉണ്ട്. അയ്യോ അങ്ങനെ എളുപ്പമായിരുന്നെങ്കിൽ ഇത് എന്ത് എളുപ്പമായിരുന്നു. തൊലിപ്പുറത്തെ ഒരു ചികിത്സ പോലെ നമ്മൾ പിള്ളേരെ എല്ലാം പിടിച്ച് ജീസസ് നെയിം എവറിത്തിങ് ഈസ് റെഡി, നത്തിങ് വിൽ ബി റെഡി. ഇതിന്റെ പ്രശ്നം കിടക്കുന്ന എവിടാ? ഡയറ്റിൽ പ്രശ്നം, ഭക്ഷണത്തിൽ പ്രശ്നം വന്നു. ഭക്ഷണത്തിൽ പ്രശ്നം വന്നപ്പോൾ അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ബാധിച്ചു. അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ബാധിച്ചു, ഐസൈറ്റിനെ ബാധിച്ചു, കിഡ്നിയെ ബാധിച്ചു, ലിവർ ബാധിച്ചു, കാർബോഹൈഡ്രേറ്റ്സ് ഒത്തിരി കഴിച്ചു, ഫാറ്റ് ഒത്തിരി കഴിച്ചു, ട്രൈഗ്ലിസറൈഡ്സ് 300 എല്ലാം പ്രശ്നമായി. ഇതിനെ എല്ലാം കൂടെ 2 ഞെക്കിയാ ഒന്നും സംഭവിക്കുന്നില്ല. ഒരുക്കം വേണം, ഒരുക്കം. ആ ഒരുക്കം നിങ്ങളുടെ ഫാമിലി പ്രയറിൽ അധ്വാനം. എന്തിന്റെ അധ്വാനമാണ്? 2026 കർത്താവ് നൽകുന്നുവെങ്കിൽ കുഞ്ഞുങ്ങളെ ദൈവവചനം അഭ്യസിപ്പിക്കാൻ സൺഡേ സ്കൂൾ ഉണ്ടല്ലോ പാസ്റ്ററെ, അതൊന്നും അല്ലെന്ന്, അതൊക്കെ അവിടെ നടക്കട്ടെ. ആസ് എ മദർ, as a father, you have a responsibility to teach your children in the atmosphere of family. Agree ചെയ്യുന്നുണ്ടോ? ഒരുമിച്ചിരുന്ന്, അത് ചുമ്മാ വായനയല്ല. എന്തുവാ ചിലടത്ത് കാണാൻ വലിയ രസമാ.
സെർച്ച് ചെയ്യുക ഏറ്റവും കൊച്ച അധ്യായം ഏതാ. കാരണം ബാർബിക്യൂന്റെ മണം അതുവഴി വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബാഡ്മിന്റൺ ഉണ്ട്, ജിം ഉണ്ട്. ഇതിന്റെ എല്ലാ ഇടയ്ക്ക് ഫാമിലി പ്രയറും വേണം. ഇല്ലെങ്കിൽ വല്ല ചെറുത്താമ്പെല്ലാം കയറി വരുമോ? ഇതിന്റെ എല്ലാം കൂടെ പേടിയിൽ അങ്ങോട്ട് ഇരുന്ന ഒരു വാക്ക്. ഇനി ഈ അധ്യായം കൂടിപ്പോയ രസമാണ്. കാരണം പിന്നെ 4 പേരുടെ വായിച്ച് വേറെ അധ്യായങ്ങൾ വരുമ്പോഴത്തേക്ക് സമയം പോകും. അതുകൊണ്ട് 3 അധ്യായം 3 വാക്യം മോള്, അത് കഴിഞ്ഞിട്ടുള്ള 3 വാക്യം മോന് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. അല്പം ഒരു ചിക്കനിലൊക്കെ എടുത്തിട്ടേ അങ്ങനെ അങ്ങോട്ട് മുറിച്ചേർന്ന് എന്തുവായിരുന്നു നമ്മൾ പറയത്തില്ലേ, ദിസ് ഈസ് നോട്ട് ഫെയർ, ഐ ആം ഹംഗ്രി, ഗിവ് മീ സംതിങ്. ചിക്കനിലൊക്കെ എടുക്കുമ്പോ നമുക്ക് ഭയങ്കര കെയർഫുള്ളാ. നമ്മൾ നോക്ക് ഏറ്റവും മുഴുത്ത ഏതാ. പക്ഷെ ദൈവവചനം വരുമ്പോ 2 വാക്യം വായിച്ച് നോക്കും അപ്പുറത്തെ ആള് അങ്ങോട്ട് പോട്ടെ, പാസിംഗ് ഓൺ. കാരണം ഇത് ശരിക്കും ഉള്ളിൽ തട്ടിയിട്ടേ ഇല്ല. നമ്മൾ മറ്റുള്ള സമുദായം പോലെ അവർക്ക് സ്നാനമില്ല, നമുക്ക് സ്നാനമുണ്ട്. അവർക്ക് അന്യഭാഷയില്ല, നമുക്ക് അന്യഭാഷയില്ല. അടുത്ത ദിവസങ്ങളിലേക്ക് വരണേ എല്ലാരും, നാളെ മറ്റേ വരണേ. നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ വ്യത്യസ്തത എന്താ. പല കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ഞാനല്ല പറയേണ്ടത്, വചനം നമ്മളെ പഠിപ്പിക്കും പല കാര്യങ്ങളും. നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ ആത്മീയതയെന്നൊന്ന് തിരിച്ചറിയാൻ. ഗലാത്യ സഭയെ കുറിച്ച് പൗലോസ് ആശ്ചര്യപ്പെടുക മാത്രമല്ല, എന്തോ ചെയ്തു? എന്റെ അധ്വാനം. എന്തോ അധ്വാനം? ഞാൻ പ്രസംഗിച്ചതും ഞാൻ ഉപദേശിച്ചതും അത് അധ്വാനമായിരുന്നു. എന്ത് അധ്വാനം? ഈ ബൈബിൾ പ്രസംഗിക്കാൻ പറഞ്ഞ എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കളോട് ഞാൻ പറയാം, കുഞ്ഞുങ്ങളുടെ സംശയത്തിന് ഒരു മറുപടി കൊടുക്കുന്ന എളുപ്പമുള്ള കാര്യമാണോ? പഴയ കാലത്തൊന്നും ഇല്ല ഇങ്ങനെയുള്ള സംശയം. ഇപ്പോഴുള്ള കാലത്ത് പിള്ളേർക്കുള്ള ആത്മീക തലത്തിലുള്ള സംശയം എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. പല യൂത്ത് മീറ്റിങ്ങിന് പോകുമ്പോ ഇവരാരെയും ചോദ്യം ചോദിക്കോ? നമ്മളോട് ചോദ്യം ചോദിച്ചാ ഒരൊറ്റ ശാസനയാണ്. ഇതിനാണോ നിന്നെ ഇവിടെ വളർത്തുന്നേ? നിക്കത്തില്ല, പിള്ളേരൊന്നും നിക്കത്തില്ല. ഈ വിരട്ടൽ കൊണ്ടൊന്നും നിക്കത്തില്ല. നമ്മള് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം നമുക്ക് എന്റെ ഉത്തരം അറിയത്തില്ല. നമ്മളെ കാട്ടി അറിവുണ്ട് പിള്ളേർക്ക്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പഴയ രീതി നമ്മൾ എടുക്കും. നിനക്ക് ആത്മാവിനെ കിട്ടണം, എല്ലാം ശരിയാവും. ഇവൻ ആത്മാവിനെ കിട്ടിയിട്ട് നമ്മളോട് കണ്ണി നോക്കി ചോദിക്കും, ആത്മാവിനെ കിട്ടിയത് എന്തിനാ പപ്പ? എന്താ പറയാ ഇപ്പൊ? ആത്മാവിനെ കിട്ടിയത് എന്തിനാ? നമ്മൾ പറയും ഞായറാഴ്ച വന്ന് കൈയടിച്ച് 2 വാക്ക് പറഞ്ഞ മോനെ യുവർ ഓക്കെ. ഈയിടെ ഞാൻ ഒരു യൂത്ത് മീറ്റിങ്ങിന് പോയി. ഒരു കുഞ്ഞിന്റെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വന്നു. അടുത്ത നിമിഷം ആള് തീരുമാനിച്ചു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകണം. നേരെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകണം. എനിക്ക് ഐ ലവ് ജീസസ്, ഐ വാണ്ട് ടു സെർവ് ജീസസ്, ദാറ്റ്സ് മൈ ഹാർട്ട്. സംതിങ് ഹാപ്പൻഡ് ഇൻസൈഡ് ഓഫ് മീ. മാതാപിതാക്കൾ പറഞ്ഞ എന്താണെന്നറിയോ? ഇതിനല്ല അവരെ യൂത്ത് മീറ്റിങ്ങിന് വിട്ടേന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തു യൂത്ത് ഓർഗനൈസേഷൻ. അവര് പറഞ്ഞത് ഞങ്ങളുടെ പിള്ളേരെ വിട്ടത് ഫോണിന്റെ ഉപയോഗം കുറയണം. നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക, കരിയർ ഗൈഡൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. We don't want our children to serve the Lord. That is not the purpose of ICPF camp. ഇതാണ് ഇന്നത്തെ ഒരു പൊതുവായ രീതി, അവസ്ഥ. പൗലോസ് താൻ സ്ഥാപിച്ച സഭയെ പൗലോസ് സ്ഥാപിച്ച സഭയെ ഓർത്ത് താൻ എന്ത് ചെയ്തു? 1:6 ആശ്ചര്യപ്പെട്ടു. 4-ാം അധ്യായത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. കൂടുതലായി കുഴപ്പമില്ല. 4-ാം അധ്യായത്തിൽ കണ്ടത് താൻ എന്താ പറയുന്നത്? എന്റെ അധ്വാനം വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. 4:20 വായിക്കാമോ? 4:20. ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. ഞാൻ പറയട്ടെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങളെ ആരെയും അറിയത്തില്ല.
പക്ഷേ ആത്മാവിൽ എനിക്ക് ഫീൽ ചെയ്യുക ഒരു വലിയ വിഷമം. ആത്മാവ് ഇന്ന് ഉച്ചതിരിഞ്ഞ വേള മുതൽ എനിക്ക് സ്പിരിറ്റിൽ അറിയാം, ഐ ഫീൽ ഹെവി, ഒരു വലിയ വിഷമം, ഒരു ആശ്ചര്യം, ഒരു വലിയ ഭയം. പൗലോസ് എന്തൊക്കെ ഇമോഷൻസ് ആണോ അവിടെ അനുഭവിച്ചത്, അത് മുഴുവനായിട്ട് അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആ വിഷമത്തിന്റെ ഒരു അംശം എന്നിലേക്ക് ഇറങ്ങി വരുന്നു. നിങ്ങളെ ഓരോരുത്തരെയും നോക്കുമ്പോൾ ആരുടെയോ അധ്വാനവും ഉപദേശവും പാഴാക്കിയോ എന്നൊരു ഭയം, ലഭിച്ചിട്ടുള്ളതിൽ നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്നതിന് പകരം പൊത്തൊരുത്തമായ ഒരു ജീവിതത്തിൽ ക്ഷുദ്രം ചെയ്ത് മയങ്ങിയതുപോലെ ആയിപ്പോയോ എന്നൊരു ഭയം ആത്മാവിൽ ഞാൻ കാണുന്നു. ഇത് കേവലം ഇങ്ങനെ പറഞ്ഞിട്ട് പോകാനല്ല കർത്താവ് എന്നെ അയച്ചിരിക്കുന്നത്. ക്ഷുദ്രം ചെയ്ത് മയങ്ങിയ കണ്ണുകളെ ഈ ദിവസങ്ങളിൽ വചനത്താൽ ദൈവം തുറക്കും. ദർശനം മാറിപ്പോയവരെ ദർശനത്തിലേക്ക് ദൈവം മടക്കി കൊണ്ടുവരും. അധ്വാനിച്ചവരുടെ അധ്വാനം വെറുതെയായി പോകാതെ ഒരു വലിയ പണിയിലേക്ക് ദൈവം നയിക്കുന്ന ദിവസങ്ങളാണ്. 5:25 ഇനി ഒന്ന് ശ്രദ്ധിക്കാം. ഒത്തിരി കാര്യങ്ങൾ മുഖവരയിൽ ഇനിയും പറയാനുണ്ട്, പക്ഷെ സമയം അതിവേഗം പോകുന്നത് കൊണ്ട് ആ 5:25 വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ എന്തിനാ 25 കൂടെ 24, 26 ഒക്കെ വായിച്ചെന്ന് പറഞ്ഞാൽ 5:25 വായിക്കണമെങ്കിൽ നിങ്ങൾക്കിപ്പോ പശ്ചാത്തലം മനസ്സിലായല്ലോ. പശ്ചാത്തലം ഇതാ, വചനത്തോടുള്ള സ്നേഹം പോയി, ആത്മാവും വീര്യപ്രവൃത്തിയും ഒക്കെ കിട്ടിയതാ. പക്ഷെ ഇപ്പൊ വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞുപോയി. യേശു ഉണ്ടോ? യേശു ഉണ്ട്. ഈ മുമ്പേ പാടിയ പോലെ ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ എല്ലാ സംഭവം ഉണ്ട്, അതൊന്നും പോയിട്ടില്ല. പക്ഷെ ഉള്ളിൽ നിന്ന് ആ കാഴ്ചപ്പാടും ദർശനവും വചനത്തോടുള്ള ഏകാഗ്രതയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇത് പ്രതിഫലിച്ചത് എവിടാണെന്നറിയാം? ലൈഫ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലയോ, ഫിസിക്കൽ ഹെൽത്ത് എന്തോ ആണോ ഡയറ്റിൽ അങ്ങോട്ട് ചെല്ലുന്നത് അത് റിഫ്ലക്ട് ചെയ്യും, അടുത്ത ബ്ലഡ് ടെസ്റ്റിൽ റിഫ്ലക്ട് ചെയ്യും. ഇതുപോലെ സ്പിരിച്വൽ ഡയറ്റ് ശരിയല്ലെങ്കിൽ ഇത് എവിടെ വരും? ലൈഫ് സ്റ്റൈലിൽ വരും. അതാണ് 5-ാമത്തെ അധ്യായത്തിന്റെ പൊതുവായ ഒരു പശ്ചാത്തലം. 5:1 മുതൽ ആദ്യത്തെ 4 അധ്യായങ്ങളിൽ പൗലോസ് ഉപദേശത്തെ കുറിച്ച് പറഞ്ഞിട്ട് 5ഉം 6ഉം പ്രായോഗിക കാര്യങ്ങളാണ് താൻ പറയുന്നത്. അതിൽ ആ 5:25 താൻ പറയുന്ന വലിയ കാര്യം, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്ന വാക്കാണത്. എങ്ങനെയാ നമ്മൾ വീണ്ടും ജനിച്ചത്? ഇന്നത്തെ സമൂഹത്തിൽ അത് ചോദിക്കുമ്പോൾ വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് 3rd generation 4th generation ബിക്കോസ് ബിലീവേഴ്സിനോട് ചോദിക്കുക, ഹൗ ആർ യു ബോൺ അഗെയിൻ? ഐ കെയിം ഫ്രം, ഞാൻ മുമ്പിൽ വന്നായിരുന്നു, അല്ലെങ്കിൽ ഐ ലിഫ്റ്റഡ് മൈ ഹാൻഡ്സ്, ഐ ഫിൽഡ് എ കാർഡ്, ഞാൻ കാർഡ് പൂരിപ്പിച്ചു, കൈമുക്കി, അല്ലെങ്കിൽ മുമ്പിലോട്ട് വന്നു. എന്തോ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ശതമാനത്തിൽ അറിയത്തില്ല. എന്തോ വീണ്ടും ജനനം? നിങ്ങൾ ഓർമ്മയുണ്ടോ? യേശു നിക്കോദിമോസിനോട് യോഹന്നാന്റെ സുവിശേഷം 3 പറയുന്ന ഒരു കാര്യം. ആരാ ഈ നിക്കോദിമോസ് എന്ന് പറയുന്നത്? ബൈബിൾ അറിയാത്ത ആളാണോ? അല്ല, യഹൂദന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രമാണിയാണ്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദിമോസ് എന്ന പേരുള്ള മനുഷ്യൻ യേശുവിന്റെ അടുത്ത് വന്നപ്പോ യേശു പറയുക, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. എന്തുവാ വെള്ളം? ദൈവവചനത്തെ കാണിക്കുന്ന പദമാണ് വെള്ളം. സ്നാനത്തെ കാണിക്കുന്നതല്ല. സ്നാനത്തിലൂടെ അല്ല രക്ഷ. രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടുന്നത്. പ്രവൃത്തിയാൽ അല്ല രക്ഷ. രക്ഷ ദൈവവചനം ആത്മാവിനാൽ എന്റെ ഉള്ളിൽ പരിവർത്തിക്കുമ്പോഴാണ് വീണ്ടും തന്നെ ഉണ്ടാകുന്നത്. അതല്ലേ പത്രോസ് വിളിച്ചു പറഞ്ഞത്? കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താൽ ദൈവവചനത്താലാണ് നിങ്ങൾ വീണ്ടും ജനിച്ചത്. അപ്പൊ പൗലോസ് 5:25 പറയുക, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവ് നിന്റെ ഉള്ളിൽ ചില മാസങ്ങൾക്ക് മുമ്പ് വന്ന്
ദൈവവചനം നീ കൈക്കൊണ്ട് പുതുമനുഷ്യനെ ഉരുവായെങ്കിൽ അതാണ് നീ എങ്കിൽ. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ, if we are born by the Spirit, രണ്ടാം ഭാഗം പറയുക, then keep in step with the Spirit. ആത്മാവിനാലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. Life should match your birth. Behavior should match with your birth. Practice, നമ്മുടെ practice, it should match with our position. What is our position? We are adopted to the family of God. ദൈവ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് നമ്മളെങ്കിൽ, that's our position. We are living in Dubai or Sharjah, but we are adopted to the family of God. അവിടെ ആരാ ഉള്ളത്? പിതാവായ ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മളെ തെരഞ്ഞെടുത്തു. ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ കഴുകി, ആത്മാവിന്റെ മുദ്ര നമ്മളിൽ ഇട്ടു. We are holy people, chosen people, different from the world. ഇത് കാണേണ്ടത് പ്രാക്ടീസിൽ കാണണം, ബിഹേവിയറിൽ കാണണം. 5:25 കൂടെ 5:24 വായിച്ചത് ഈ ആത്മാവിനാൽ നാം ജീവിക്കുന്നു എന്നതിന്റെ ഒരു പര്യായം, സിനോനിം ഉണ്ട് 5:24. നിങ്ങൾ കാണുന്നവരൊന്ന് പറയാമോ? വെരി ഗുഡ്, വളരെ സന്തോഷം. ക്രിസ്തേശുവിനുള്ളവർ, ആ വാക്ക് ആത്മാവിനാൽ നാം ജീവിക്കുന്നു എന്നതിന്റെ സമമാണ് ഏത്? ക്രിസ്തേശുവിനുള്ളവർ. ഈ രണ്ട് പദം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പതിപ്പിക്കട്ടെ. ആരാ നമ്മൾ? ക്രിസ്തുവേശുവിനുള്ളവർ. ആരാ നമ്മൾ? ആത്മാവിനാൽ ജനിച്ചുവെങ്കിൽ. ആരാ ക്രിസ്തുവേശുവിനുള്ളവർ? ആത്മാവിനാൽ ജനിച്ചവർ. ആരാ ആത്മാവിനാൽ ജനിച്ചവർ? ക്രിസ്തുവേശുവിനുള്ളവരാകാൻ വേണ്ടിയാ ആത്മാവിനാൽ ജനിച്ചത്. പക്ഷേ ഈ രണ്ട് പദങ്ങളും, നാം ക്രിസ്തുവേശുവിനുള്ളവർ, നാം ആത്മാവിനാൽ ജീവിക്കുന്നുവെങ്കിൽ, ജനിച്ചുവെങ്കിൽ, രണ്ടിനും ഒരു രണ്ടാം ഭാഗമുണ്ട്. നോക്കിയേ, 5:24 രണ്ടാം ഭാഗം, നാം ക്രിസ്തുവിനുള്ളവർ എങ്കിൽ, ക്രിസ്തുവേശുവിനുള്ളവർ, എന്താ അവിടെ പറയുന്നേ? ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ സൂക്ഷിച്ചിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ അർത്ഥം? ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കാൻ അതിന്റെ അർത്ഥം. ഇനി കേൾക്കണം ഞാൻ പറയുന്നത്. ഈ സഭയിലെ മെയിൻ പ്രശ്നം, ഗലാത്യ സഭകളിലെ മെയിൻ പ്രശ്നം, പൗലോസിന്റെ വികാരങ്ങൾ എന്തൊക്കെയായിരുന്നു? താൻ ആശ്ചര്യപ്പെട്ടു, താൻ ഭയപ്പെട്ടു, താൻ വിഷമിച്ചു. ഭയപ്പെട്ടു, വിഷമിച്ചു, ആശ്ചര്യപ്പെട്ടു. എന്താ കാര്യം? സുവിശേഷത്തിൽ വിശ്വസിച്ചവരെല്ലായിരുന്നു ഇവർ? അതെ. വചനം കേൾക്കാൻ ഓടി വന്നവരല്ലേ? അതെ. അത്ഭുതം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. വീര്യപ്രവർത്തികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ജഡത്തിന്റെ രാഗമോഹങ്ങൾ കയറി മുമ്പോട്ട് കയറി. അതുകൊണ്ട് 3:3 പറയുന്നത് ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടോ സമാപിക്കുന്നത്. 3:3 എക്സ്പ്ലനേഷൻ ആണ് 5:25 അല്ലേ? 3:3 പറയാ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടാണോ സമാപിക്കുന്നത്? അതേ കാര്യമാണ്. ആത്മാവിനാലാണ് നാം ജീവിക്കുന്നതെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം, ജഡത്തെ അനുസരിച്ചല്ല. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കണം. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇവിടെ പ്രശ്നം ഇതാണ്, നമുക്കെല്ലാം അറിയാം ജഡത്തിന്റെ രാഗമോഹങ്ങൾ എന്താണ്. അതാ പ്രശ്നം. നമ്മളോട് കൊച്ചിലെ മുതലേ പറഞ്ഞു തന്നിട്ടുണ്ട്, ജഡത്തിന്റെ രാഗമോഹങ്ങൾ എന്ന് പറയുന്നത് മദ്യപാനവും വെറുക്കൂത്തും. ഈ സിനിമ എന്നുള്ളത് ഇപ്പൊ പറയാൻ ഞങ്ങളുടെ സമയത്ത് അങ്ങനെയായിരുന്നു. ഇന്നതിപ്പോ ആരും പറയുന്നില്ല അങ്ങനെ കൂടുതൽ.
അന്ന് അവർക്കൊന്നും വലിയ പ്രശ്നമായിരുന്നു. ഇപ്പൊ ഏത് ക്യാമ്പിൽ പോയാലും അന്ന് 90കളിലും ഒക്കെ ക്യാമ്പിലെല്ലാം ബന്ധുക്കോസുകാരാണ് സിനിമ കാണത്തില്ല. ഇന്നിപ്പം ഈ ഫോൺ വന്നോടെ എന്തോ ഈ കാണുന്നത് എന്നുള്ളത് അവരവർക്ക് അറിയാം. ഇന്ന് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഈ ജഡത്തിന്റെ രാഗമോഹങ്ങൾ എന്താന്നുള്ളത് പെന്തിക്കോസുകാരായ നമുക്ക് ഒരു അറിവുണ്ട്. നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോ ഈ രാഗമോഹങ്ങളൊന്നും നമുക്ക് ഒരാളെ പറഞ്ഞോളൂ ഇല്ല. കാരണം നമ്മള് ആത്മാവിനാൽ ജീവിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ്. ഞങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്. ജഡത്തിന്റെ രാഗമോഹങ്ങളെയൊക്കെ ഞങ്ങൾ എന്തേ ഘോഷിച്ചു. അതെന്തോ ചോദിക്കുമ്പോ അത് ഈ പറഞ്ഞ പഴയ മനുഷ്യനെ ക്രൂശിച്ചു അല്ല. എന്തോ ഏത് പഴയ മനുഷ്യനെ? രണ്ട് ഓഹരി ഉണ്ടായിരുന്നു, പുകവലിച്ചത് മാറി, മദ്യപാനവും മാറി. പക്ഷെ ഈ രാഗമോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ രാഗമോഹങ്ങൾ വന്നിരിക്കുന്നത് 16-ാം വാക്യത്തിൽ നിന്നാണ്. 16-ഉം 17-ഉം വാക്യത്തിൽ നിന്നാണ്. ഇപ്പോഴേ ചിലരുടെ കണ്ണുമൊക്കെ കണ്ടിട്ട് ക്ഷീണിച്ച് വല്ലാതായ പോലെ ഉണ്ട്. ഇതിന്റെ 16 ആത്മാവിനെ അനുസരിച്ച് നടപ്പി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം. അയ്യോ, അപ്പൊ 5-ന്റെ 16 ജഡത്തിന്റെ മോഹം ഉണ്ടായിരുന്നു. ഇവിടെ 5-ന്റെ 24 അത് എന്തുവായി? ജഡത്തിന്റെ മോഹത്തിന് പകരം എന്തുവായി? ജഡത്തിന്റെ രാഗമോഹങ്ങളെ. 5-ന്റെ 17 പറയുക, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും. ഒരു പ്രശ്നം, ആത്മാവിനാൽ ജനിച്ചവർ, ആത്മാവിനാൽ ആരംഭിച്ചവർ, നമ്മുടെ ഉള്ളിൽ എന്തോ വരണം, ആത്മാഭിലാഷം. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? ശരിക്കും ഒരാള് ആത്മാവിനാൽ ജീവിക്കുന്നു എങ്കിൽ, ഹോളി സ്പിരിറ്റിനാൽ പുതുജീവനകത്തുണ്ടെങ്കിൽ എന്തോ അഭിലാഷം വരും? ആത്മാഭിലാഷം. ഈ ആത്മാഭിലാഷം എന്തിനെതിരാ? ജഡാഭിലാഷത്തിനെതിരാ. ഇതുപോലെ തിരിച്ചു, ജഡാഭിലാഷം ആത്മാഭിലാഷത്തിനും ആത്മാഭിലാഷം ജഡാഭിലാഷത്തിനും വിരോധമായിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കണം 16-ാം വാക്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ജഡത്തിന്റെ ഇഷ്ടങ്ങൾ, മോഹങ്ങൾ നിവർത്തിക്കുകയില്ല. അതുകൊണ്ടാ 5-ന്റെ 24 ഓർപ്പിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചവരാണ് നിങ്ങൾ. അതുകൊണ്ട് 5-ന്റെ 25 പറയുന്നത്, ആത്മാവിനാൽ നിങ്ങൾ ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ തോറ്റു. നമ്മള് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ആരെയും കൈപോക്കണ്ട, ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ ഉള്ളിൽ ഈ വടംവലി നടക്കുന്നുണ്ടോ? ആത്മാഭിലാഷം ഒരു വശത്ത്, മറ്റൊരു വശത്ത് ജഡാഭിലാഷം. അത് കൂടിയ വാക്കാണ്, ജഡത്തെ രാഗമോഹങ്ങൾ. അത് ആ വാക്ക് നമുക്കൊന്ന് പരിശോധിക്കണം. ഇപ്പൊ എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കാൻ പോകുമ്പോ ലൈഫിനെ പറ്റി ചിന്തിക്കുന്നു. ബാങ്ക് ഉണ്ട്, വണ്ടിയുണ്ട്, അസറ്റ്സ് ഉണ്ട്, ഭയങ്കര വടംവലി രാത്രി. ലാസ്റ്റ് തോട്ട്സ് ഓൺ എ ഗിവൺ ഡേ ഈസ് പുൾ ബിറ്റ്വീൻ ദീസ് ടു ഡിസൈർസ്. ജഡാഭിലാഷം ഒരു വശത്ത്, ആത്മാഭിലാഷം ഒരു വശത്ത്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ആദ്യ ചിന്തകൾ, ഒരു വശത്ത് ജഡാഭിലാഷം, മറ്റൊരു വശത്ത് ആത്മാഭിലാഷം. ഇതിന്റെ നടുവിൽ ഒരു ദിവസം ഇറങ്ങാൻ പോവാ, ജോലി ചെയ്യാൻ പോവാ. ഇങ്ങനൊരു ക്രിസ്തീയ ജീവിതമാണോ സാധാരണ ഒരു വ്യക്തിക്ക്? എനിക്ക് വലിയ സംശയമാണ്. കാരണം നമ്മൾ ശുദ്രം ചെയ്ത് മയക്കി. ജഡാഭിലാഷത്തെ എല്ലാം നമ്മൾ ഇന്ന് വിളിക്കുന്നത് എന്താണെന്നറിയാമോ? വാഗ്ദത്തങ്ങൾ. അത് ഏത് വാഗ്ദത്വം അറിയാമോ? അത് കേൾക്കാനാണ് രസം.
കണ്ണും കാണാത്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ. എവിടുന്ന് എടുത്ത വാക്യമായത്? 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ ക്രൂശിനെ കുറിച്ച് പറയുന്ന വാക്യമാണ്. ക്രൂശിൽ ഒളിപ്പിച്ചിരിക്കുന്ന രക്ഷണ്യ പ്രവൃത്തി ഇതൊരു കണ്ണിന് തിരിച്ചറിയാൻ ഒക്കാത്ത. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയില്ല ദൈവം ഇങ്ങനെ ആ മനുഷ്യനെ രക്ഷിക്കാൻ പോകുന്നത്. ആൾക്കാർ ചിന്തിച്ചത് ദൈവം ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എല്ലാരെയും ഭസ്മീകരിച്ച് ഫയർ ഇട്ട് ഐ ആം ദ ലോർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാൾ കിടക്കുന്നു, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത പോലത്തെ രക്ഷയാ നമ്മുടെ കൈക്ക് തന്നതാണ്. ഇതിനെ നമ്മളോട് പറഞ്ഞ് എങ്ങനെയാണെന്നറിയോ മനസ്സിലാക്കിയത്? കല്യാണ ആലോചന. ആദ്യത്തെ കല്യാണാലോചന വന്നു. നമ്മള് പ്രാർത്ഥനയല്ലേ, ജഡാഭിലാഷം ഇല്ലല്ലോ, ആത്മാഭിലാഷം എല്ലാം നമുക്കുള്ളോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോഴാ പിന്നെ വീടൊന്ന് കാണാൻ പോയപ്പോ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഉള്ളൊരു വാക്കുണ്ട്, ഓക്കെ എല്ലാം ദൈവത്തിന്റെ ഹിതമല്ലേ. അപ്പോഴേ ഉള്ളി വെട്ടി. കാരണം എന്താന്ന് ചോദിച്ചാ വീടിന്റെ വലിപ്പം പോരാ, ആസ്തി പോരാ, എന്തോ കിടപ്പുണ്ട്. വാഗ്ദത്തവും ജഡവും നമ്മെ ബന്ധിപ്പിടിച്ചിട്ടിരിക്കുക. അപ്പോഴാ ഇപ്പൊ ഒരു വാക്ക് പറയണം. അവര് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ചെറുക്കരെ ഇഷ്ടപ്പെട്ടോ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ. എന്തുവാ ഈ സംഭവം? ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്തുവാ? ജഡാഭിലാഷത്തെ കുരുക്കി, ഒരു വാഗ്ദത്തത്തെ കുരുക്കി പ്രാർത്ഥനയുമായിട്ട് ബന്ധിപ്പിച്ച കിട്ടും. പിന്നെ ഇനി അതിന് വേണ്ടിയത് ആലോചന കേൾക്കണം. ഇതിപ്പോ ഡയറിക്കാലം പോയി. എന്റെ കൊച്ചിലെ ഡയറിക്കാലമായിരുന്നു. ഏറ്റവും പുറകിലത്തെ ഡയറിയുടെ മേള് മുതൽ താഴെ വരെ ഫോൺ നമ്പറുകളാണ്. കറക്ക് ഒന്ന് പ്രാർത്ഥിച്ചു പറയാമോ? ഒരു വിവാഹാലോചന പൊക്കോ, നല്ലതായിരിക്കും. ഈ പാസൊക്കെ ഉപയോഗിച്ചു. നമ്മുടെ മനസ്സിൽ എന്തോ ഇരിക്കുക, വീട് പോരാ, ഇതിനെ അതൊരു ഒപ്പിച്ചുള്ളൊരു ദൂത് കേൾക്കണം. രണ്ടാമത്തെ ആളെ വിളിച്ചു. ഗ്രീൻ ആണോ യെല്ലോ ആണോ റെഡ് ആണോ, ഒരു വല്ലാത്ത ലൈറ്റാണ് കാണുന്നത്. നമ്മുടെ റെഡ് ലൈറ്റ് കാണുന്നത് വരെ കറക്കിക്കൊണ്ടിരിക്കും. അവസാനം ഇപ്പൊ ഞാനിത് ഇത്രയും എനിക്കിപ്പൊ പറയാനുള്ളൂ. കാരണം കൂടുതൽ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രയാസമായി. റെഡ് ലൈറ്റ് കണ്ട ആളെല്ലാരെയും അവസാനം പറഞ്ഞത് നമ്മുടെ ഒരു ആലോചനയുണ്ട്. ഇതല്ല, ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിലുള്ള യുദ്ധത്തിൽ ജഡാഭിലാഷത്തിൽ കീഴ്പ്പെട്ട് എന്റെ കൺമോഹത്തിൽ ഞാൻ വീണ് അതിനെ പ്രാർത്ഥനയുമായിട്ട് ബന്ധിപ്പിച്ച് ജഡീകനായ ഒരു വ്യക്തിയുടെ ദൂതുമായി ബന്ധിപ്പിച്ചിട്ടു. അപ്പത്തേക്ക് അടുത്ത ആലോചന വരും. കാനഡ എന്ന് എഴുതി വെച്ചതേ ഉള്ളൂ. പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? പ്രാർത്ഥിക്കാം. പക്ഷെ ഉള്ളിൽ നാട്ടിലെ വീട് കാണണോ? ബൈ ഫെയ്ത്ത് അബ്രഹാമിനെ പോലെ. പക്ഷെ ചോദിക്കും, PR ഉണ്ടോ? എന്നാണ് പോയെ? അന്നത്തെ ഞായറാഴ്ച ഒരു പ്രത്യേക സമയം ചോദിക്കും, സാക്ഷ്യം പറയണം. അന്ന് വായിക്കുന്ന വാക്യമാണ് ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. എന്തോ ഇവിടെ സംഭവിച്ചത് ജഡാഭിലാഷത്തിന് കീഴ്പ്പെട്ട ഒരു വ്യക്തിയുടെ ദുർവ്യാഖ്യാനത്തിന്റെ സാക്ഷ്യമാണ്. ജഡത്താൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തി, കണ്ണിൽ കാണുന്നത് വലുതായി തോന്നുന്ന ഒരു വ്യക്തി, ആത്മാവിന്റെ വലി ഉള്ളിലില്ലാത്തൊരു വ്യക്തി, കണ്ണി കാണുന്ന ഇഷ്ടപ്പെട്ട് വലുതിനെ കണ്ട്. ഞാൻ എന്തിനാ 5:26 വായിപ്പിച്ചെന്ന് അറിയാമോ? ഈ പ്രശ്നങ്ങളെല്ലാം 5:26 കിടപ്പുണ്ട്. ഉണ്ടോ? ജഡാഭിലാഷവും ആത്മാഭിലാഷവും ഒരുമിച്ച് പോകാത്തതായതുകൊണ്ട് ജഡാഭിലാഷം അങ്ങോട്ട് കയറി കഴിയുമ്പോ
ആത്മാവിനാൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ വരുമ്പോ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ത്രോ ചെയ്യുന്ന ഒരു വോമിറ്റിംഗ് ഉണ്ട്. എന്തോ അകത്തെ കിടക്കുന്ന 3 കാര്യമാണ്. ആ ഛർദിലിനെ നോക്കിക്കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ആ ഛർദിലിനകത്തുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? നാം അന്യോന്യം പോരിന് വിളിക്കും, അസൂയപ്പെടും, വൃഥാഭിമാനികളോ. എന്തോ അന്യോന്യം പോരിന് വിളിക്കാന്ന് പറഞ്ഞാൽ എവിടാ കല്യാണം വെച്ചത്? കൊണ്ടുവന്നു. ഞങ്ങൾ വിജയായിട്ട പ്ലാൻ ചെയ്ത്, താഴ്മയായിട്ട് അവർ വിജയ കൺവെൻഷൻ സെന്റർ. ഈ പോരിന് വിളിക്കാന്ന് പറഞ്ഞാൽ അവനെ കാട്ടി മെച്ചമാണ് എന്റെ. അപ്പുറത്താരാ വന്നേ? ലോക്കൽ പാസ്റ്റർ നടത്തി. പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്രസിഡന്റ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പറയുന്നൊക്കെ താഴ്മയോടാണ്. ഒറ്റ ദിവസമേ ഉള്ളൂ. പിന്നെ പാസ്റ്റർക്ക് പണ്ടേ ഉള്ളൊരു നമ്മളുമായൊരു സ്നേഹബന്ധമാണ്. 3 സംഭവം അവിടെ കിടപ്പുണ്ട്. അന്യോന്യം പോരിന് വിളിക്കും, അസൂയപ്പെടും, വൃഥ അഭിമാനികളുമാണ്. ഇത് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ എഴുതി വെച്ചല്ലേ ഇത്രയും വർഷത്തിന് മുമ്പ്? വൃഥാഭിമാനികളുടെ കാണുന്ന ഇതിപ്പോ ഇന്നത്തെ ദിവസമല്ല, ഇപ്പൊ ഈ ഉദാഹരണം എല്ലാം കല്യാണത്തെ ചുറ്റിപ്പറ്റിയാ പോകുന്നത്. അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. വൃഥാഭിമാനമൊക്കെ അന്നത്തെ ദിവസം കാണണമെങ്കിൽ ഒരു വണ്ടിയൊക്കെ എടുക്കും. 25,000-30,000 രൂപ ഒരു ദിവസത്തേക്ക് വല്ല റോൾസ് റോയ്സോ ഒക്കെ ചിലപ്പോ കിട്ടും. അവിടുത്തെ വന്നുള്ള ഇറക്കമുണ്ട് നാട്ടുകാരുടെ മുമ്പിൽ. ഈ ദൈവത്തെ അറിഞ്ഞത് കൊണ്ട് കണ്ടു നിൽക്കുന്ന നാട്ടുകാരൻ അറിയത്തില്ലേ നമ്മുടെ വണ്ടിയല്ല. ഇനി ഇത് നമ്മുടെ വണ്ടി ആണേ പോലും ഈ അന്യദേവന്മാരെ ആരാധിക്കുന്നവർക്ക് ഇതിൽ നല്ല വണ്ടിയില്ലേ? എന്തോ വൃദ്ധാഭിമാനികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള അത്രയും ഈ വൃദ്ധാഭിമാനം ലോകത്തിനും നടത്തുന്നു. നമ്മുടെ ഇടയിലുള്ള അത്രയും കമ്പാരിസൺ, ഫുഡ് മെനു മുതൽ ഇനി കല്യാണം വീട് മരണമാണെങ്കിലും നമുക്ക് വേണ്ടി എത്ര വണ്ടി. അവിടെ ട്രാഫിക് ബ്ലോക്ക്. ഇതുപോലൊരു ഫ്യൂണറൽ ശുശ്രൂഷ ഞങ്ങളുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. നമ്മളീ പറയുന്ന വലിയ കാര്യമായിരിക്കാം, പക്ഷെ ഇത് എന്തിന്റെ ലക്ഷണമാണ്? ജഡാഭിലാഷത്തിൽ പിടിക്കപ്പെട്ട് ആത്മാവിനാൽ ജഡാഭിലാഷത്തെ മരിപ്പിച്ച് താഴ്മയോടെ ജീവിക്കുന്ന ഒരാളിന്റെ വൊക്കാബുലറി അല്ല ഇതൊന്നും. ഇതെല്ലാം ലോകം മനുഷ്യരെ കാട്ടി നമ്മൾ അധപ്പതിച്ചു പോയി. പല കാര്യങ്ങളും ലോകം മനുഷ്യർ ഒതുക്കും, പലതും വേണ്ട അത്രയും ചെയ്യണ്ട. പക്ഷെ നമ്മള് ദൈവനാമ മഹത്വത്തിനായി, അത് ദൈവനാമ മഹത്വം ഒന്നും അല്ല, നമുക്കൊരു ക്രെഡിറ്റ് വേണം അവസാനം. അതേ ഉള്ളൂ സംഭവം. ഞാൻ ഈ തുറന്ന് കാര്യങ്ങൾ പറയുന്നത് നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു. വേറെ ഒന്നിനുമുള്ള സ്നേഹമല്ല. ഈ 2025 അവസാന ദിവസങ്ങളിൽ നമുക്ക് മാനസാന്തരം. ദൈവപരിജ്ഞാനത്തിന് വിപരീതമായി നമ്മളിൽ എന്തെങ്കിലും കേറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് വചനം കൊണ്ടിരുന്ന് പറയണം, ഞാൻ എന്തോ അരിഷ്ട മനുഷ്യനാണ്, നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിലൊക്കെ പുകഴുന്നത്, ഞാൻ എന്തിലൊക്കെയാ ഈ ലോക മനുഷ്യനെ പോലെ സാക്ഷ്യം പറയുന്നു, വചനം വായിക്കുന്നു. ഞാൻ ദൈവവചനം വായിച്ചിട്ട് ദൈവസ്നേഹത്താൽ കരഞ്ഞ ദിവസം ഞാൻ മറന്നുപോയത്. അയ്യോ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഈ 2025 അവസാന ദിവസങ്ങളെ മീറ്റിംഗ് സക്സസ്ഫുൾ. അവിടെ സക്സസ് നടക്കുന്നത് ഇവിടത്തെ എത്ര പേര് വന്നു എന്നുള്ളതല്ല, പുരുഷാരം ഇങ്ങനെ ഒത്തിരി പുരുഷാരം ഇരിക്കും. ഇത് ഈ ദൈവവചന സത്യം മനസ്സിലാക്കി തരാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിക്ക് ഏത് രാജ്യത്തിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല ആ വ്യക്തിയുടെ വലിയ കാര്യം. ആ വ്യക്തിക്ക് ഒറ്റ കാര്യമേ ഉള്ളിൽ ഞാൻ ദൈവഹിതത്തിലാണോ ജീവിക്കുന്നത്. മക്കളെ നോക്കുമ്പോ ആത്മീക മനുഷ്യൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അവര് പഠിക്കട്ടെ. പഠിക്കണ്ടെന്നല്ല പറഞ്ഞത്, ഞാനും പഠിച്ചു, എന്റെ സിസ്റ്ററും പഠിച്ചു, എല്ലാം പഠിച്ചു. പക്ഷേ പഠിത്തത്തെക്കാട്ടിൽ ഏറ്റവും വലിയ കാര്യമാണ് ദൈവമുമ്പാകെ ആളെങ്ങനുണ്ട് എന്നുള്ള കാര്യം.
സെക്കറിയ പുരോഹിതനോട് ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ മകൻ ദൈവസന്നിധിയിൽ വലിയവനാകും. അതിനകത്ത് സന്തോഷിക്കാനുള്ള ഒരു കൃപ നമ്മൾ പ്രാപിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ഇതെല്ലാം ഫാമിലി അറ്റ്മോസ്ഫിയർ നടക്കേണ്ടതാണ്. അവിടെ അധ്വാനിക്കണം, ഉപദേശത്തിലും വചനത്തിലും അധ്വാനിച്ച്. വേൾഡ് വ്യൂവിന് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് ഗോഡ്സ് വ്യൂ. നമ്മൾ സാറിന് പറയത്തില്ലേ, കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിച്ചാൽ, അയ്യോ കോമൺ സെൻസ് ശരിയാ, പക്ഷെ കോമൺ സെൻസിന് മേളില ക്രിസ്ത്യൻ സെൻസ്. കോമൺ സെൻസ് എല്ലാ മനുഷ്യനും ഉള്ളതാ, കോമൺ സെൻസിന് മുകളിലാണ് ക്രിസ്ത്യൻ സെൻസ്. അതിന് ആത്മാവുണ്ടേലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ നമ്മൾ എങ്ങോട്ട് പോകണം. വിവാഹം വരുമ്പോ ഒരു വഴി മനുഷ്യന് നല്ലതായി തോന്നും, പക്ഷെ അതിന്റെ അവസാനം നാശമായിരിക്കും, മരണവഴിയായിരിക്കും. ഇത് നമ്മളെ കാണിച്ചു തരാൻ ആത്മാവിന് മാത്രം കഴിയും. അങ്ങനെ ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം കൂടെ തട്ടിപ്പറിക്കാനുള്ളതല്ല ഉപവാസ പ്രാർത്ഥന, നമ്മുടെ കുറവിനെ കാണാനുള്ളതാ ഉപവാസ പ്രാർത്ഥന. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സകലതും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കാനുള്ളതാ ഉപവാസ പ്രാർത്ഥന. നമ്മുടെ സമയം ഇന്നത്തെ കഴിഞ്ഞ് നമുക്ക് ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ ഹോള് വിട്ടു പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒരു നിമിഷം തലകളെ മടക്കി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാമോ? ആത്മാവിന്റെ നിയോഗം എന്റെ മേൽ പകരണമേ. ജഡാഭിലാഷവും ആത്മാഭിലാഷവും എതിരാണ്, രണ്ടും ഒരുമിച്ച് പോകുന്നതല്ല. ജഡാഭിലാഷം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ കാഴ്ചപ്പാടല്ല, ലോകത്തിന്റെ കാഴ്ചപ്പാടാണ് ഈ ജഡാഭിലാഷത്തിലുള്ളത്. കർത്താവേ, അങ്ങനെ വന്നു പോയത് എന്നോട് ക്ഷമിച്ച് വചനത്താൽ ഒരു ശുദ്ധീകരണം ഇന്ന് രാത്രി എന്റെ മേൽ തരണമേ. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടോ സമാപിക്കുന്നത്. ആത്മാവിനാൽ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കും. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചു വിധിക്കുന്നു. കർത്താവേ, ഈ ആത്മീയ സത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ അന്ത്യനാളുകളിൽ, ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു മണവാട്ടിയായി, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെടാത്ത ഒരു മണവാട്ടിയായി, ക്രിസ്തുവിന്റെ വരവിനെ നോക്കി പാർത്ത് ഞങ്ങളുടെ ജഡത്തിലെ പല കൺവെൻഷനുകളെയും പോക്കി വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് നിത്യതയ്ക്ക് ഓഹരിക്കാരാകുവാൻ ഞങ്ങളെ പണിയണമേ. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.